എല്ലാ പ്രേക്ഷകർക്കും ജനേകം ഓൺലൈനിന്റെ തത്സമയ പ്രോഗ്രാമായ MLA ഓൺലൈൻ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ജനപ്രതിനിധി കഴിഞ്ഞ 4.5 വർഷം എന്ത് ചെയ്തു എന്ന വിഷയം നമ്മൾ ഇന്ന് തത്സമയം അന്വേഷിക്കുകയാണ്. ഇന്ന് എന്നോടൊപ്പം അതിഥിയായി ഉള്ളത് തൃശൂർ ജില്ലയിലെ കയ്പമംഗലം MLA ആയ ശ്രീ E.T. ടൈസൺ മാസ്റ്ററാണ്. അദ്ദേഹം കഴിഞ്ഞ 4.5 വർഷം ജനപ്രതിനിധി എന്ന നിലയിൽ മണ്ഡലത്തിന് വേണ്ടി എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ആദ്യം തന്നെ അദ്ദേഹത്തിനോട് ചോദിച്ചറിയാം. പ്രേക്ഷകർക്കും ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും അതല്ല ഇനി നിങ്ങൾക്ക് ആശങ്കകളാണുള്ളതെങ്കിൽ അതും നിങ്ങളുടെ വിമർശനങ്ങളും എല്ലാം നിങ്ങൾക്ക് ഈ വീഡിയോയുടെ താഴെ കമന്റായി രേഖപ്പെടുത്തുക. അതിനെല്ലാമുള്ള മറുപടി അദ്ദേഹം തത്സമയം തന്നെ നിങ്ങൾക്ക് നൽകുന്നതാണ്. ആദ്യം തന്നെ സ്വാഗതം ജനേകം ഓൺലൈന്റെ പ്രത്യേക ലൈവ് പ്രോഗ്രാമിലേക്ക്. കയ്പമംഗലം MLA കഴിഞ്ഞ 4.5 വർഷം ജനപ്രതിനിധി എന്ന നിലയിൽ എടുത്തു പറയത്തക്ക രീതിയിലുള്ള എന്തൊക്കെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിട്ടുള്ളത്? നമ്മുടെ കയ്പമംഗലം മണ്ഡലം കേരള സംസ്ഥാനത്തിലെ തീരപ്രദേശ മണ്ഡലങ്ങളിലെ ഒരു പ്രധാനപ്പെട്ട മണ്ഡലമാണ്. മണ്ഡലം കനോലി കനാലും തെക്ക് ഭാഗം ഉള്ളത് കാഞ്ഞിരപ്പുഴയും പടിഞ്ഞാറ് ഭാഗം മത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു മണ്ഡലമാണ്. അത് പറയുമ്പോൾ ഒരു പ്രത്യേകത, എപ്പോൾ വേണമെങ്കിലും പ്രശ്നങ്ങൾ, കടലേറ്റമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം, ഇനി നല്ല മഴ വരുമ്പോൾ പ്രശ്നം ഉണ്ടാവാം, അങ്ങനെ നിരന്തരമായ പ്രശ്നം ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു മണ്ഡലങ്ങളൊന്നാണ്. എന്നാൽ എനിക്ക് എൻ്റെ അനുഭവം ഈ 4.5 വർഷക്കാലത്തെ ഭരണം കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാതെ എനിക്ക് ലഭിച്ചു എന്നുള്ളതാണ്. നമ്മളെല്ലാ പഞ്ചായത്തുകളും അതിൻ്റെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിന് ജനപ്രതിനിധികൾ, ഗ്രാമ ബ്ലോക്ക് ജില്ലാ സംവിധാനം, അതുപോലെ ബ്ലോക്ക് എന്ന് പറഞ്ഞാലും ഒരെണ്ണം മാത്രമേ ഉള്ളൂ, കയ്പമംഗലത്തിൽ ഒരു ബ്ലോക്ക് മാത്രമേ ഉള്ളൂ. അപ്പം അത് ആ സംവിധാനത്തിലൊക്കെ യോജിപ്പിച്ചുകൊണ്ട് ഒരു നല്ല പ്രവർത്തനം സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വളരെ ഉയർത്തി കാണിക്കാവുന്ന പദ്ധതികളിലേക്ക് അപ്പുറമായി ഞാൻ ആലോചിച്ചത്, അല്ലെങ്കിൽ നമ്മൾ ആലോചിക്കുന്നത്, ആ പ്രദേശത്തിന്റെ സാധ്യതയുടെ വിഷയം എന്താണ്? ജനങ്ങൾക്ക് പണം മാത്രമല്ല വിഷയം, പണത്തിനപ്പുറത്തേക്ക് നമുക്ക്, അല്ലെങ്കിൽ അവിടെ നടക്കുന്ന വികസനത്തിന് അവരുടെ ആവശ്യമായി എന്ത് ബന്ധമുണ്ടെന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അങ്ങനെ നോക്കുമ്പോൾ അത്തരം ആവശ്യകത ഉള്ള നാം മുന്നണി പറഞ്ഞ മിക്കവാറും എല്ലാ കാര്യങ്ങളും പൂർത്തീകരിക്കാൻ ഈ 4.5 വർഷക്കാലത്തിന് ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ തോന്നുന്നു. ഇവിടെയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം കടൽ പ്രദേശവുമായി ബന്ധപ്പെട്ട ഉള്ളതാണ്. കരിങ്കൽ ഭിത്തിയുടെ വിഷയം ഉണ്ടായിരുന്നു. കരിങ്കൽ ഭിത്തിക്ക് പകരം ഇപ്പോഴാണെങ്കിൽ 2-3 കോടി രൂപയോളം ജിയോ ബാങ്കിന്റെ പ്രവർത്തനം പൂർത്തീകരിച്ചിട്ടുണ്ട്. ബാക്കിയുള്ള സ്ഥലത്ത് ടെൻഡർ നടപടികളൊക്കെ നടക്കുന്നു. അതിന്റെ പ്രവർത്തനം അത് വലിയ പ്രശ്നമില്ലാതെ നടക്കുകയാണ്. ആ തീരപ്രദേശത്തെ നിവാസികളുടെ വീടിന്റെ ചെറിയ പ്രശ്നം ഉണ്ടായാൽ പോലും വെള്ളം കയറുകയും കടലേറ്റം ഉണ്ടാകുമ്പോഴൊക്കെ ചെയ്യുന്ന വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി പുനർഗേഹം എന്ന പരിപാടി നമ്മൾ ആവിഷ്കരിച്ചു. ഈ പുനർഗേഹത്തിലൂടെ ഏകദേശം 468 വീട്ടുകാർക്കാണ് സഹായം നൽകുന്നത്. 468 എന്ന് പറയുമ്പോൾ അറിയാലോ, ഏകദേശം 46 കോടി രൂപയോളം വരുന്ന സംഖ്യ നമുക്ക് ഈ കാര്യത്തിൽ ആ തദ്ദേശ ആളുകൾക്ക് കിട്ടുക എന്ന് പറയുന്നത് വലിയ കാര്യം. അത് 468 വീട് ഇന്ന് ഞങ്ങൾ പുനർഗേഹത്തിന്റെ ജില്ലയിലെ തന്നെ 6-7 വീടുകൾ ഇന്ന് അതിന്റെ താക്കോൽദാനം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞു. എന്നെ സംബന്ധിച്ച് വളരെ ചാരിതാർത്ഥ്യം നൽകുന്ന ഒരു പ്രവർത്തനമാണ്. പിന്നെ ഞങ്ങൾ കാണുന്നുണ്ടെങ്കിൽ വലിയ സംഖ്യ ഹാർബർ എഞ്ചിനീയറിംഗ് മിക്കവാറും റോഡുകളെല്ലാം നന്നാക്കാൻ കഴിഞ്ഞു. PWD പൊതുമരാമത്ത് വകുപ്പ് വഴി ആയിട്ടുള്ള മണ്ഡലത്തിലെ എല്ലാ റോഡുകളും എനിക്ക് തോന്നുന്നു അത് BMPC നിലവാരത്തിലാക്കാൻ കഴിഞ്ഞു. സ്കൂളുകളാണെങ്കിൽ ഗവൺമെന്റ് ഫണ്ട്, MLA ആസ്തി ഫണ്ട്, പ്രാദേശിക വികസന ഫണ്ട് ഒക്കെ, പിന്നെ അത് മാത്രമല്ല കിഫ്ബി ഫണ്ടും നമുക്ക് നന്നായി ഈ വീടുകൾ പോലെ തന്നെ നമുക്ക് ഈ മറ്റ് സ്ഥാപനങ്ങൾ, നമ്മുടെ സ്കൂളിന്റെ ഒക്കെ ഇതിലേക്ക് നമുക്ക് അങ്ങനെ നല്ല രീതിയിൽ ഒരു പുരോഗതി ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു എല്ലാ സ്കൂളുകൾക്കും മിക്കവാറും 1 കോടി, 3 കോടി, ഒപ്പം തന്നെ ഇന്റർനാഷണൽ സ്കൂളിന് 5 കോടിയും പിന്നെ ആളുകളുടെ കൂടെ ഒരു വിഹിതം കൂട്ടിച്ചേർന്ന സംഖ്യ ഉൾപ്പെടെ നല്ല
അർത്ഥത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അതിലുപരി കാണുന്നൊരു കാര്യം, നമുക്കിതിനോടൊപ്പം തന്നെ ഇതല്ലാത്ത നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഒരു പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു മണ്ഡലമായി ഇതിനെ മാറ്റണം എന്നാണ്. ഞങ്ങൾ ലക്ഷ്യമിട്ടിരുന്നത് ഒരു 2 ലക്ഷം തൈകളെങ്കിലും പുതിയതായിട്ട് ഇവിടെ നടണം എന്നാണ്. എനിക്ക് തോന്നുന്നു അതിന്റെ നമ്പർ ഇപ്പോൾ ഒരു 4-5 ലക്ഷത്തിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട്. അതിന് വലിയ രീതിയിലുള്ള ഒരു മാസ് ക്യാമ്പയിനാണ് നമ്മൾ ഉദ്ദേശിക്കപ്പെട്ടത്. അത് വലിയ സക്സസ് ആയ ഒരു വർഷമാണ് ഇപ്പൊ കടന്നു വന്നത്. നമുക്ക് പെരുന്തോട് വലിയ തോട് എന്ന് പറയുന്ന പദ്ധതി പുതുതായി നമ്മൾ ആരംഭിച്ചു. ആ പദ്ധതി എന്ന് പറഞ്ഞാൽ വേസ്റ്റായി കിടന്ന ഒരു 14-15 കിലോമീറ്റർ ദൂരമുള്ള ആരംഭിക്കാൻ കഴിഞ്ഞു. അത് എനിക്ക് തോന്നുന്നു സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ഗണിക്കപ്പെടുന്ന ഒരു രീതിയിൽ നമുക്കത് മുമ്പോട്ട് പോകാൻ കഴിയും. നമ്മുടെ മുസിരിസ് പൈതൃക പദ്ധതിയുടെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ. നമുക്ക് ഏറ്റവും വലിയ ബീച്ച് എന്ന് പറയുന്നത് മുനയ്ക്കൽ ബീച്ചാണ്. അപൂർവമായി ഡോൾഫിനൊക്കെ കാണാൻ കഴിയുന്ന, എനിക്ക് തോന്നുന്നു ഒരു 60 ഏക്കർ പ്രദേശം സ്വസ്ഥമായി നല്ലവണ്ണം ആളുകൾക്ക് നമ്മുടെ തദ്ദേശീയ വേറെ ഉണ്ടാകാൻ വഴിയില്ല. അവിടെയുള്ളത് ഇപ്പോൾ 6 കോടിയിൽ ഉൾപ്പെടെ ഉള്ള മറ്റു പ്രവർത്തനങ്ങൾ ആളുകൾക്ക് ടൂറിസം മേഖലയിൽ ചെയ്യാൻ കഴിയുന്നു എന്നുള്ളത് വലിയ നേട്ടമാണ്. ഒപ്പം തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ വാസസ്ഥലം, അതിന്റെ എല്ലാ അർത്ഥത്തിലും ഇലക്ട്രിഫിക്കേഷൻ, പുതിയ നവീകരണ പ്രവർത്തനങ്ങൾ അത് നടത്താൻ കഴിഞ്ഞു. ഇവിടെ നമ്മുടെ മൺമറഞ്ഞ സാഹിത്യകാരൻ, ചരിത്ര പണ്ഡിതൻ ശ്രീ സെയ്ദ് സാഹിബിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള 5 കോടിയുടെ ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ, ഒരു സാംസ്കാരിക സമുച്ചയം അതിന്റെ പണി നടക്കുന്നു. അതിനോടൊപ്പം 18 കോവിലം നടക്കുന്നു. പല ക്ഷേത്രങ്ങളുടെ അറ്റകുറ്റപ്പണി ഉൾപ്പെടെ മുസ്ലിം പൈതൃക പദ്ധതിയിൽ ഏറ്റെടുക്കുന്നു. നമ്മുടെ ബംഗ്ലാക്കടവ് അതിനകത്ത് നമ്മൾ ഏറ്റെടുത്തിരിക്കുന്നു. അങ്ങനെ നിരവധിയായിട്ടുള്ള ചരിത്ര സ്മാരകങ്ങൾ, പൈതൃകം സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ ഈ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതും എനിക്ക് സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇതിനെല്ലാം ഉപരിയായി എനിക്കറിയാം എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത്, അവിടെ ഈ നായാടികളായിട്ടുള്ള ആളുകൾ, എനിക്കൊന്ന് 10-48 പേരുണ്ടായിരുന്നു. അതൊന്നും മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റൊന്നും ആരും ചെയ്തിരുന്നില്ല. അവര് സാധാരണ രീതിയിലൊക്കെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ട് തോടിന്റെ കുളത്തിന്റെ പക്കത്തൊക്കെ താമസിച്ചിരുന്ന ആളുകളാണ്. അവർക്കാണെങ്കിൽ ഒരു രേഖയില്ല. അവര് വൈകിട്ടാകുമ്പോൾ അല്പം മദ്യപാനം, പകലാണെന്നുണ്ടെങ്കിൽ നല്ലോണം മുറുക്കുകയും അങ്ങനെയൊക്കെ പോയിരുന്ന കുറെ ആളുകൾ, നാം പലപ്പോഴും പറയുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾ എന്ന് പറയുന്ന ആളുകൾ, അവർക്ക് നമുക്ക് റേഷൻ കാർഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞു, ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കാൻ കഴിഞ്ഞു, ബാങ്ക് അക്കൗണ്ട് ഉണ്ടാക്കാൻ കഴിഞ്ഞു. അവരെ വിദ്യാർത്ഥികളെ അവരെ കുട്ടികളെ തൊട്ടടുത്ത സ്കൂളിൽ നമുക്ക് കൊണ്ടുപോയി ചേർത്ത് എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം ഉണ്ടാക്കുന്ന, ഇന്നലെ വേണമെങ്കിൽ ഒരു തരത്തിലും തിരിഞ്ഞു നോക്കാൻ ആളില്ലാത്തവരെ പോലും സംരക്ഷിക്കാൻ എല്ലാവരും, എനിക്ക് തോന്നുന്നു ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ, DSO ഉൾപ്പെടെയുള്ള ആളുകൾ എല്ലാവരും ഇക്കാര്യത്തിൽ സഹായിച്ചു. അതൊക്കെ വലിയ അർത്ഥത്തിൽ നമ്മുടെ ആളുകൾക്ക് സംരക്ഷിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മളൊപ്പം ഉണ്ടാകുമെന്ന് ജനങ്ങളോട് പറയാൻ കഴിയുന്ന ഒരു അവസരമായി ഞാൻ കരുതുകയാണ്. നമുക്ക് ഈ വികസന പ്രവർത്തനത്തിൽ എല്ലാ അർത്ഥത്തിലും റോഡുകൾ, ചെറിയ ചെറിയ പാലങ്ങൾ, അതോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനങ്ങൾ, അതിന് പ്രത്യേകമായി അക്ഷരകൈരളി എന്നുള്ള പ്രവർത്തനങ്ങൾ, മുസ്ലിം പൈതൃക പദ്ധതിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഹാർബർ എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിർവഹിക്കപ്പെടും. എനിക്ക് ഒരൊറ്റ കണക്ക് എടുത്താൽ ഏകദേശം 600 കോടിയിലേറെ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിഞ്ഞ ഒരു മണ്ഡലമാണ് നമ്മുടെ കയ്പമംഗലം. അതോടൊപ്പം തന്നെ ചികിത്സ കൊടുക്കാൻ, ചികിത്സയുടെ ധനസഹായം കൊടുക്കാൻ, അത് മുഖ്യമന്ത്രിയുടേതുണ്ട്, അതുപോലെ പട്ടികജാതി ഡിപ്പാർട്ട്മെന്റിന്റേതുണ്ട്, ആരോഗ്യവകുപ്പിന്റേതുണ്ട്, ലോട്ടറി ഡിപ്പാർട്ട്മെന്റ്, ഇങ്ങനെ പലവിധ ഡിപ്പാർട്ട്മെന്റുകളുള്ള ജനങ്ങൾക്ക്, കഷ്ടപ്പെടുന്ന ആളുകൾക്ക്, അതുപോലെ സഹായം വേണ്ട ആളുകൾക്കൊക്കെ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ ആളുകൾക്കും ആശ്വാസം നൽകുന്ന പദ്ധതിയായി വിലയിരുത്തുകയാണ്. നിരവധി പേരാണ് ടൈസൺ മാഷ് അഭിവാദ്യങ്ങൾ അർപ്പിച്ചിരിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ചോദ്യങ്ങളും വന്നിട്ടുണ്ട്. അപ്പം ഞാൻ
ചില ചോദ്യങ്ങളിലേക്ക് കടക്കാം. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകരോടും ഞാൻ അഭ്യർത്ഥിക്കുന്നു, നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തേണ്ടതാണ്. അഭിവാദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജനപ്രതിനിധി അഭിവാദ്യം അർഹിക്കുന്നുണ്ട്. പക്ഷെ അതിനേക്കാൾ വേണ്ടത് നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ നിങ്ങളുടെ ആശങ്കകളും MLA ചോദിച്ച് മനസ്സിലാക്കി അത് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത്. വാണി പുലപ്പറമ്പിൽ വാണി ഒരു ചോദ്യം ഉന്നയിച്ചിട്ടുണ്ട്. ജിയോ ബാഗ് കടൽഭിത്തി നിർമ്മാണം കൊണ്ട് കടൽക്ഷോഭ പ്രദേശങ്ങളിൽ ഇത്രയധികം തുക വീണ്ടും ജിയോ ബാഗ് കടൽഭിത്തിയുടെ പേരിൽ എന്തുകൊണ്ട് ചെലവഴിക്കുന്നു? ഈ തുക കൊണ്ട് 100 മീറ്ററെങ്കിലും പുലിമുട്ടോട് കൂടിയ ഭിത്തി നിർമ്മിച്ചിരുന്നെങ്കിൽ നിലനിൽക്കുമായിരുന്നില്ലേ എന്നൊരു ആശങ്കയാണ് വാണി ചോദിച്ചിരിക്കുന്നത്. വാണി ഉന്നയിച്ച ചോദ്യം വളരെ കൃത്യതയുള്ള ചോദ്യമാണ്. സാധാരണക്കാർ അങ്ങനെ ആ രീതിയിൽ ആണ് കാണുന്നതെന്നും എനിക്കറിയാം. നമ്മളിത് ചെയ്യാൻ കാരണം ഏറ്റവും പ്രധാനം നമ്മുടെ ഈ കരിങ്കൽ കിട്ടുന്നത് സംബന്ധിച്ചുള്ള വിഷമതാണ്. നമുക്ക് ആളുകളെല്ലാവരും പറയുന്നു കരിങ്കൽ അവിടെ കെട്ടണം. നമ്മളൊരു 3-4 വർഷത്തിനുള്ള ഇതെടുത്താൽ കരിങ്കലിന്റെ വലിയതായിട്ടുള്ള ടെൻഡർ നടപടികൾ വരെ അറ്റത്ത് നമ്മൾ പോയി. പക്ഷെ ടെൻഡർ എടുക്കാൻ ആളില്ലാത്തതിന്റെ പ്രശ്നം അന്വേഷിച്ച് ഞങ്ങൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഒരുമിച്ച് ഈ അങ്കമാലി തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ എന്തുകൊണ്ട് സംഭവിക്കുന്ന അറിയാനുള്ള ഒരു പഠനം പോലും ഞങ്ങൾ നടത്തിയവരാണ്. ഉള്ള പ്രശ്നം ഈ ഒരു സ്ഥലത്തെ ഇപ്പൊ നമ്മുടെ തീരപ്രദേശത്ത് ഒരു ഭിത്തി പണിയുമ്പോൾ ഒരു മല വേണമെങ്കിൽ അപ്പുറത്ത് ഇല്ലാതാവുന്ന സ്ഥിതിയാണുള്ളത്. അപ്പൊ അതുകൊണ്ട് ആളുകൾ ഇപ്പൊ നല്ല ബോധമുള്ളതാണ്, പരിസ്ഥിതി കാര്യത്തിൽ നന്നായി ശ്രദ്ധിക്കുന്നതാണ്. അവിടെയൊക്കെ എല്ലാ സംഘടനകളും ഒരു വ്യത്യാസമില്ല, എല്ലാ സംഘടനകളും അങ്ങനെ ഇത് കരിങ്കല്ല് എടുക്കുന്നതിനുള്ള ശക്തിയായിട്ടുള്ള പ്രതികരണം നമുക്കെതിരെ ഉണ്ടാവുന്നു. അപ്പൊ അതുകൊണ്ട് മറ്റെന്ത് മാർഗം എന്ന് സർക്കാർ ആലോചിച്ചപ്പോഴാണ് ഇതുപോലെ താൽക്കാലികമായ പരിഹാരം മാത്രമേ ഉള്ളൂ. നമ്മളോട് 3 ചിലപ്പോൾ 4 വർഷവും മാത്രം നിൽക്കുന്ന ജിയോ ബാഗുകൾ എന്നാണ് പറയുന്നത്. അതൊരു താൽക്കാലികമായിട്ടുള്ള ഒരു ആശ്വാസം ഉണ്ടാകുക എന്നുള്ളത് മാത്രമായിട്ട് നമ്മൾ എടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സർക്കാർ തൊട്ടടുത്തുള്ള 50 മീറ്റർ ആദ്യത്തെ പരിഗണന തൊട്ട് 1 മുതൽ 50 മീറ്റർ വരെയുള്ള ആളുകളുടെ പ്രശ്നം പരിഹരിക്കാനായി 468 വീടുകളാണ് നമ്മുടെ ഈ പ്രദേശത്ത് ഇപ്പോ സർക്കാർ അംഗീകാരം നൽകിയിട്ടുള്ളത്. ഇപ്പൊ എനിക്കിത് ഞങ്ങൾ ഇന്ന് പരിശോധിച്ചപ്പോ ഏകദേശം വീടുകൾക്കുള്ള ആദ്യത്തെ അവര് ഭൂമി ഏറ്റെടുക്കൽ എന്ന പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. 7 വീടുകൾക്ക് 6 വീടുകൾ 10 ലക്ഷം രൂപ ഭൂമിയും വീടുമുള്ളത് അവര് വാങ്ങിയിട്ടുണ്ട്. അതിന് താക്കോൽ കൊടുത്തു. പുതിയ വീട് ഇന്ന് പഴുപ്പറമ്പിൽ റഹ്മാൻ എന്ന് പറഞ്ഞ ആള്, എത്ര ഭംഗിയുള്ള വീട്, എത്ര സന്തോഷമാണ്. സാറിലാണ് നമ്മളൊക്കെ ഒന്ന് പോയി കാണണം, അവരുടെ സന്തോഷം ഒന്ന് തിരിച്ചറിയണം. അപ്പോ 2022 ആകുമ്പോഴേക്കും ഈ 468 വീടുകളും പൂർത്തീകരിച്ച് നമുക്ക് പോകാൻ കഴിയും എന്ന സ്ഥിതിയിലുള്ള വിലയിരുത്തലാണ് നമുക്കുള്ളത്. ഇപ്പൊ പല സ്റ്റേജുകളായിട്ടാണ് ആ വീടുകളിൽ നിൽക്കുന്നത്. ഇതാണ് എനിക്ക് അതിനോട് ബന്ധിപ്പിച്ച് പറയാനുള്ളത്. ഒരു താൽക്കാലിക പരിഹാരം എന്ന നിലയ്ക്ക് മാത്രം ജിയോ ബാഗിനെ കണ്ടാൽ മതി. ഓക്കെ, തീർച്ചയായിട്ടും ഒരു മണ്ഡലത്തിന്റെ വികസനം എന്ന് പറയുന്നത് എപ്പോഴും ഗതാഗത സൗകര്യങ്ങൾ അല്ലെങ്കിൽ റോഡുകളുടെ വികസനം, പാലങ്ങളുടെ വികസനം, അത്തരത്തിൽ കയ്പമംഗലം മണ്ഡലത്തിൽ എത്ര തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് ഇതുവരെ ചെയ്തിട്ടുള്ളത്? നമ്മുടെ കയ്പമംഗലം പ്രദേശത്ത് ഉള്ള എല്ലാ PWD റോഡുകളും ഒന്നാമത് എനിക്ക് BBS നിലവാരത്തിലായി. ചില റോഡുകൾ ഇപ്പോ ടെൻഡർ കഴിഞ്ഞതിന്റെ പണി ആരംഭിക്കുന്നു. ചിലപ്പോൾ അതിന്റെ സൈഡിലുള്ള കൽവർട്ടായിരിക്കാം, അല്ലെങ്കിൽ കാനയായിരിക്കാം, അതുപോലെ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. പൂർത്തീകരിച്ചതാണ് കൂടുതൽ. അപ്പൊ നമുക്ക് എടുത്താൽ നാഷണൽ ഹൈവേ ആയിട്ട് ബന്ധപ്പെട്ട് വന്നാൽ നമുക്ക് ആദ്യത്തെ റോഡ് കൊടുങ്ങല്ലൂർ നമുക്ക് എടുത്താൽ നമ്മുടെ മുനക്കൽ വരെ ഉള്ള റോഡ് BMBC നിലവാരത്തിൽ വലിയതാണ്. എനിക്കൊന്ന് 4-5 കോടി രൂപ വരുന്ന വലിയ റോഡാണ്. ചന്തപ്പുര റിയാഡ് റോഡ് എന്ന് പറയുന്നത് എടുത്തു, കാര കോതറമ്പ് റോഡ് എന്ന് പറഞ്ഞത് എടുത്തു, നമ്മുടെ വാഴൂർ അമ്പലം തുടങ്ങി ശ്രീനാരായണപുരം വരെയുള്ള റോഡുകൾ എടുത്തു. ഇപ്പോ കൂളിമുട്ടം മതിലകം റോഡ് അതിന്റെ പണി നിർമ്മാണ പ്രവർത്തനം നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. ആറാട്ടുവഴി പെരിഞ്ഞനം റോഡ് എടുത്തു. എടത്തിരുത്തി നിരവധിയായിട്ടുള്ള എനിക്ക് തോന്നുന്നു പറയാനുള്ള റോഡുകളെല്ലാം അങ്ങനെ എടുത്തു കഴിഞ്ഞു. കൊച്ചു കൊച്ചു പാലങ്ങൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അത് ചുങ്കം പാലം അതിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന്റെ അവസാന ഘട്ടത്തിലാണ്. ലൈറ്റ് ഹൗസ് പാലം കഴിഞ്ഞു, അപ്രോച്ച് റോഡ് ഇപ്പോൾ പണിതുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പഞ്ചമി എന്ന് പറയുന്ന ഒരു പാലം ചെറുത് നമ്മുടെ ഇടവലിംഗ് അത് പണി പൂർത്തീകരിച്ചു. നമ്മുടെ മുനയ നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന പാലം 21.82 കോടിയാണ്. അതിന്റെ നിർമ്മാണ പ്രവർത്തനം വലിയ വേഗതയിൽ നടക്കുന്നു. അങ്ങനെ ചെറുതുമായിട്ടുള്ള എല്ലാ വിഷയങ്ങളും നമ്മൾ ഇപ്പോൾ തന്നെ പരിഹരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. വലിയ വേഗത്തിലാണ്. എനിക്ക് തോന്നുന്നത് PWD മിനിസ്റ്റർ നന്നായി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. ഹാർബർ എഞ്ചിനീയറിംഗ്
സംഖ്യ നമുക്ക് വന്നിട്ട് അതിന്റെ നിർമ്മാണ ഗ്രാമീണ റോഡ് പദ്ധതി മുഖ്യമന്ത്രി അത് നമ്മൾ ഒരുപാട് സംഖ്യ ഇവിടെ വന്നിട്ടുണ്ട്. അത് മിക്കവാറും അത്തരം പ്രവർത്തനങ്ങൾ. അപ്പോൾ ഗ്രാമീണ റോഡുകളും മറ്റു അനുബന്ധ റോഡുകളും അത്യാവശ്യ സന്ദർഭങ്ങളിൽ MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുള്ള റോഡുകളും ഒക്കെ നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഏറെക്കുറെ എനിക്ക് തോന്നുന്നത് 80% എങ്കിലും നമ്മുടെ ഈ പ്രവർത്തനങ്ങൾ എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു PM നൌഷാദ് വളരെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. പക്ഷേ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട്. എല്ലാവർക്കും ഓടിയെത്താനും ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും പങ്കാളിയാകാനും പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഏത് സമയത്ത് വിളിച്ചാൽ വെളിപ്പുറത്തെത്താനും ഒരു ജനപ്രതിനിധിക്കും ഇങ്ങനെ ഓടിയെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല. ഉറക്കം തന്നെ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങളോട് പറഞ്ഞ വാക്കുകളെല്ലാം പാലിച്ചുകൊണ്ട് ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ ഇടപെട്ട് ഇങ്ങനെ എങ്ങനെ കഴിയുന്നു മാഷെ? അതിനുള്ള സമയം എന്തായാലും മാഷിന്റെ പ്രവർത്തനങ്ങൾ ഇഷ്ടമാണ്. മാഷിന്റെ മറുപടി കേൾക്കാൻ താല്പര്യമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. നൗഷാദെ, വളരെ നന്ദി. നമ്മളിങ്ങനെ ഓടി നടക്കുമ്പോൾ ഇത്തരം ശ്രദ്ധയാർന്ന പ്രവർത്തനം എനിക്ക് തോന്നുന്നു അങ്ങനെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് അറിയുന്നതിലുള്ള സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. ഞങ്ങളൊക്കെ വളർന്നു വന്നത് യഥാർത്ഥത്തിൽ എനിക്ക് തോന്നുന്നു നിയമസഭയിൽ തന്നെ ഗ്രാമപഞ്ചായത്ത് മെമ്പർ അല്ലെ, പഞ്ചായത്ത് 2 ടേം, അതിനുശേഷം MLA ആവണം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാ തലങ്ങളിലും ബന്ധപ്പെട്ട് പ്രവർത്തിക്കാനും ജനങ്ങളുടെ പൾസ് അറിയാനും നല്ല അവസരം കിട്ടിയിട്ടുണ്ട്. രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും അതുപോലെയുള്ള പോസ്റ്റുകളിൽ ഇരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആ അവസരങ്ങളെല്ലാം ഒപ്പം ആളുകളെ നിൽക്കുക എന്നുള്ളത് തന്നെയാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. അതില് ആളുകൾ കാണുന്നു എന്ന് അറിയുന്നതിൽ തന്നെയുള്ള വലിയ സന്തോഷം ഞാൻ രേഖപ്പെടുത്തുകയാണ്. എല്ലാ മണ്ഡലങ്ങളിലും ഈ കോവിഡ് കാലത്ത് ആരോഗ്യ മേഖലത്തിലുള്ള ഇടപെടലുകളാണ് MLA എന്നുള്ളത്. ഈ കയ്പമംഗലം മണ്ഡലത്തില് കോവിഡ് കാലം അല്ലാതെയും കോവിഡ് കാലത്തിന് മുമ്പും ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അതിന്റെ വികസന പ്രവർത്തനങ്ങളൊന്നും വിശദീകരിക്കും. പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ ശക്തിപ്പെടുത്തുക എന്നാണ് നമുക്ക് നമ്മുടെ ആരോഗ്യവകുപ്പ് മന്ത്രിയിൽ നിന്ന് കിട്ടുന്ന ഏറ്റവും വലിയ ഭാഗ്യം, അല്ലെങ്കിൽ നമ്മുടെ മണ്ഡലത്തിന് കിട്ടിയ അനുഗ്രഹം. എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും നമ്മുടെ ഇപ്പോൾ കുടുംബാരോഗ്യ കേന്ദ്രങ്ങളായി മാറിക്കഴിഞ്ഞു. അവിടെ ഡോക്ടർമാർ 3 പേരായി, അതിൻ്റെ അത്യാവശ്യമായിട്ട് സൗകര്യങ്ങളായി, മരുന്നായി, നോക്കാൻ ആളുകളായി, അതിന് ബന്ധപ്പെട്ട കമ്മിറ്റികൾ നല്ല സജീവമായി. എനിക്ക് മതിലകം പഞ്ചായത്തിലാണെങ്കിൽ 2 ആരോഗ്യ കേന്ദ്രമുണ്ട്. എനിക്ക് 2 ആരോഗ്യ കേന്ദ്രത്തിന് കുടുംബാരോഗ്യ കേന്ദ്രമാക്കി മാറ്റാൻ പറ്റുമോ എന്ന് സംശയമായിരുന്നു. 2ഉം ഇപ്പോൾ ആക്കി, 2ാമത് ഉള്ള കേന്ദ്രം കൂടി ആക്കി ഉത്തരവാദിത്തോടുകൂടി എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളും കുടുംബാരോഗ്യ കേന്ദ്രമാക്കി. 2ാമത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഭരണസമിതിയോട് ആവശ്യപ്പെട്ടത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രമാക്കാൻ, കുടുംബാരോഗ്യ കേന്ദ്രമാക്കാൻ എത്ര തുക വേണ്ടിവരും, ഏതിലാണ് ഞാൻ സഹായിക്കേണ്ടത്, കെട്ടിടത്തിലാണോ മറ്റ് സൗകര്യങ്ങളാണോ, അതെല്ലാം അവരോട് കൺസൾട്ട് ചെയ്ത് അവരാവശ്യമായ സംഖ്യ ഓരോ പ്രദേശത്തും 35 ലക്ഷം കൊടുത്തതുണ്ട്, 25 കൊടുത്തതുണ്ട്, അതെല്ലാം അവരാവശ്യപ്പെട്ട സംഖ്യ കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം നൽകുന്ന കാര്യമാണ്. 2ാമതൊരു കാര്യം അതോട് ബന്ധിപ്പിച്ച് എനിക്ക് പറയാനുള്ളത്, നമ്മൾ എപ്പോഴും ഒക്കെ ആയിട്ടിരുന്ന് ബ്ലോക്കിലിരുന്നും സ്ഥിരമായി അവരെ പ്രശ്നം പഠിക്കുക. എന്താണ് അവിടെ, എവിടെയാണ് ഇടപെടേണ്ടത്, എങ്ങനെയാണ് അവരെ സഹായിക്കേണ്ടത്, എങ്ങനെയാണ് ആശുപത്രി വികസന സമിതികൾ പ്രവർത്തിക്കേണ്ടത്, അവരെ സഹായിക്കേണ്ടതുകളുടെ വ്യക്തിപരമായ സഹായം ഉൾപ്പെടെ പൂൾ ചെയ്യുന്നതിൽ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. കൊറോണ കാലത്ത് നമ്മുടെ ഫണ്ട് ഉപയോഗിക്കുന്നതിന് ഏതെല്ലാം കഴിയുമോ എന്ന് ചോദിച്ച് അതിനനുസരിച്ച് നമ്മുടെ CHCയിലെ ഡോക്ടർ നമുക്ക് ഒരു ലിസ്റ്റ് തന്നു. ആ ലിസ്റ്റിനായി പാസ്സായി 10 ലക്ഷത്തിനപ്പുറമായിട്ടുള്ള സംഖ്യയാണ് അത് ആവശ്യപ്പെട്ടത്. ആ ആവശ്യപ്പെട്ട സംഖ്യ മുഴുവൻ കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ കൂടുതൽ എനിക്ക് പറയാനുള്ളത്, മിക്കവാറും എല്ലാ ആശാ വർക്കർമാർക്കും ഇതിനോട് ബന്ധപ്പെട്ട നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആരും ശ്രദ്ധിക്കാത്ത ആളുകളാണ്. അവർക്കൊരു അംഗീകാരം കൊടുക്കാൻ, അവർക്ക് ചില പ്രശ്നങ്ങൾ ഉള്ളപ്പോൾ അവരെ സഹായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എപ്പോ വേണമെങ്കിൽ ഡോക്ടർമാരോ ബന്ധപ്പെട്ട ഹെൽത്തിലെ സ്റ്റാഫോ മറ്റോ ആവശ്യപ്പെട്ട പരിഹരിക്കാൻ ഏതാണ് നമുക്ക് കേന്ദ്രങ്ങൾ ഉണ്ടാക്കുന്നതിൽ, കൊറോണ രോഗികൾ അഡ്മിറ്റ് ചെയ്യുന്നതിൽ, അവരെ കൊണ്ടുപോകുന്ന ആംബുലൻസ് സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നതിൽ, അല്ലെങ്കിൽ അവർ മറവ് ചെയ്യുന്നതിൽ, എല്ലാ രംഗത്തും നമുക്ക് പഞ്ചായത്തിനോട് സഹകരിച്ച് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട്. അത് എല്ലാവരോടും ഒരു ഒത്തൊരുമ എന്ന് തന്നെ അതിനെ കാണുകയാണ് ഞാൻ. റിയാസ് ചോദിച്ചിരിക്കുന്നു, ആറാട്ടുവഴി പാലം പണി എന്തായി, നടപടി തുടങ്ങിയോ എന്നറിയാൻ അദ്ദേഹത്തിന് താല്പര്യമുണ്ട്. റിയാസ്, സന്തോഷം. നമ്മുടെ അത് കാര്യം
നമ്മൾ ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെന്റിനാണ് കൊടുത്തത്. അത് PWD ഡിപ്പാർട്ട്മെന്റാണ് അതിന്റെ കാര്യങ്ങൾ നോക്കുന്നത്. മണ്ണ് പരിശോധന കഴിഞ്ഞു, ഇപ്പോൾ അത് ഡിസൈൻ വിങ്ങിലാണ്. ഉടനെ തന്നെ നമുക്കതിന്റെ ASഉം TSഉം കിട്ടി. നമുക്ക് കാര്യങ്ങൾ ഇപ്പൊ അതിന്റെ നല്ല ദ്രുതഗതിയിലുള്ള പ്രവർത്തനമാണ്. അതിന്റെ ഒരു ചെറിയ കാലതാമസം വന്നതിന് കാരണം നമുക്കത് അതിന്റെ സ്ഥാനം തീരുമാനിച്ചപ്പോൾ അതിന്റെ ഇറങ്ങുന്ന പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭൂമി കിട്ടുന്നതിന് ഒരു ചെറിയ തടസ്സം വന്നു. നമുക്ക് ആ ഭൂമി സൗജന്യമായി കിട്ടുന്നതിനുള്ള ഒരു പ്രയാസവും ആ പാലത്തിന്റെ ഒരു ഷേപ്പിൽ അതുകൊണ്ട് മാറ്റണം എന്നൊക്കെയുള്ള നിർദ്ദേശമൊക്കെ വന്നപ്പോഴാണ് നമ്മൾ താമസം വന്നത്. അതിന്റെ ഡിസൈൻ മണ്ണ് പരിശോധന കഴിഞ്ഞു, ഡിസൈൻ പൂർത്തിയാക്കുന്ന ഘട്ടത്തിലായി. ഡിസൈൻ പൂർത്തിയായാലും ഉടനെ തന്നെ PWDയിൽ നിന്ന് നമുക്ക് അതിനുള്ള ആവശ്യമായ സംഖ്യ ലഭിക്കും. അതിന്റെ പ്രവർത്തനം നന്നായി പോകുന്നു. ഇനി ചെറിയ പാലങ്ങളിൽ തീർക്കേണ്ടത് ആറാട്ടുവഴി മാത്രമേ ഉള്ളൂ. ചുങ്കം കഴിഞ്ഞു, ലൈറ്റ് ഹൗസ് കഴിഞ്ഞു, നമ്മുടെ പൗർണമി എന്ന് പറയുന്ന ബ്രിട്ടീഷ് പാലം എന്നൊക്കെ സൂചിപ്പിക്കുന്ന ആ പാലം നമ്മളെ കഴിഞ്ഞു, ഇടത്തിരുത്തിയുള്ള പാലം, ഇത് 4 ഉള്ളൂ. ഒപ്പം തന്നെ കയ്പമംഗലത്ത് നമ്മുടെ കയ്പമംഗലം ഗവൺമെന്റ് സ്കൂളിന്റെ പടിഞ്ഞാറ് വശം ഒരു നമ്മൾ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ഇനി ഇത് മാത്രമേ ഉള്ളൂ. അത് നമുക്ക് വേഗത്തിൽ തുടങ്ങാൻ കഴിയും. അതിനുള്ളത് ശ്രദ്ധ പ്രത്യേകിച്ചുണ്ടാകും എന്നുകൂടി റിയാസോട് ഞാൻ പ്രത്യേകം പറയുകയാണ്. വിജോയ് ഇതിന്റെ കൂടെ ചേർത്ത് വായിക്കാവുന്ന ഒരു കമന്റ് ആണ് വിജോയ് ചോദിച്ചിരിക്കുന്നത്. മാഷെ, മുനമ്പം അഴീക്കോട് പാലം പണിയുടെ കാര്യം എവിടെ വരെയായി ഒന്ന് പറയാമോ? ജങ്കാർ എന്ന് മുതൽ ഓടിത്തുടങ്ങും? യെസ്, നമ്മളെ ഏറ്റവും കുഴപ്പത്തിലാക്കുന്ന അല്ലെങ്കിൽ പ്രശ്നം നമ്മളിതാണ്. അതിലൊരു കാര്യമുള്ളത്, വളരെ നേരത്തെ തന്നെ ഈ പാലത്തിന്റെ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു എന്നുള്ളൊരു രീതിയിലാണ് ആളുകൾ മനസ്സിലാക്കിയിരിക്കുന്നത്. നമ്മുടെ ഈ മന്ത്രിസഭയല്ല, ഇത് തൊട്ടു മുമ്പുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള VS നേതൃത്വത്തിലുള്ള അന്ന് ഈ ഇതിനുള്ള പണം അനുവദിച്ചു. ഏകദേശം 92 കോടി രൂപയോളം അതിന് അനുവദിച്ചു. അപ്പൊ 92 കോടി രൂപ അനുവദിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക്, ഞാനും അന്ന് ചിന്തിച്ചത്, വേണമെങ്കിൽ ഇപ്പോൾ നാട്ടുകാരെല്ലാവരും ചിന്തിക്കുന്നത്, ഒരു ബജറ്റിൽ ഇതിനെ സംഖ്യ വെച്ചാൽ പിന്നീട് പെട്ടെന്ന് തന്നെ പണി ആരംഭിക്കുന്നതാണ്. പക്ഷെ ബജറ്റിൽ സംഖ്യ വെച്ചാൽ ഇതിന് ആരംഭം മാത്രമേ ആവുന്നുള്ളൂ, ആദ്യത്തെ പടി മാത്രമേ ആവുന്നുള്ളൂ. നമ്മൾ സാധാരണ പറയല്ലോ 1ാം ക്ലാസ് എന്ന് പറയുന്ന പോലെ അതേ ആകുന്നുള്ളൂ. ആരംഭിച്ച് പെട്ടെന്ന് ഗവൺമെന്റ് പോയി, അടുത്ത ഗവൺമെന്റ് വന്നു. കാര്യമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ മുന്നോട്ട് പോകാൻ അതിൽ അന്ന് സാധിക്കാത്ത രീതിയിൽ സാമ്പത്തിക പ്രശ്നം ഉൾപ്പെടെ അതിലുണ്ടായിട്ടുണ്ടാവും, അന്ന് ലഭിച്ചില്ല. പിന്നീട് നമുക്കതിലുണ്ടായത് കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ആണ് നമ്മളിതിന്റെ പ്രോജക്റ്റ് വരുന്നത്. ആ പ്രോജക്റ്റിന് 162 കോടി രൂപയാണ് നമുക്ക് അനുവദിക്കപ്പെട്ടത്. പക്ഷെ അതിന്റെ എന്ന് പറയുന്നത് നമുക്കറിയാം, 2 ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പാലാണ്. ഒപ്പം തന്നെ അവിടെ പരിസ്ഥിതി ആയിട്ടുള്ള വകുപ്പിന്റെ അനുമതി കിട്ടേണ്ടതാണ്, പോർട്ടിന്റെ അനുമതി കിട്ടേണ്ടതാണ്. അപ്പുറത്തും ആളുകളുടെ ഭൂമി ഏറ്റെടുക്കലിന്റെ ഉള്ളതിൽ നമ്മൾ അത് ഏറ്റെടുക്കാനുള്ള പ്രോസസ്സ് പൂർത്തീകരിക്കേണ്ടതാണ്. ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ് അനുമതി വേണ്ടതാണ്. അങ്ങനെ നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞു. ഞാൻ ഇപ്പോൾ എല്ലാവരോടും പറയാനുള്ളത്, 70% വർക്ക് ഇപ്പൊ അതിന്റെ കഴിഞ്ഞു. 70%. ഇനി ആദ്യം അത്തരം വർക്കുകളൊന്നും എടുക്കേണ്ടതില്ല, ഇതെല്ലാം കഴിഞ്ഞു. ആ വർക്കുകളൊക്കെ ഈ മണ്ഡലത്തിനെ കുറിച്ചുള്ള പോസ്റ്റിംഗ് നടത്തിയ ഘട്ടത്തിലൊക്കെ എല്ലാം ഇതിന് നാൾവഴി പോലെ ഇട്ടിട്ടുണ്ട്. ഓരോ സന്ദർഭത്തിലും പൈസ പാസ്സാകുന്നത്, അതില് ഭൂമിക്കുള്ള പൈസ പാസ്സാകുന്നത്, മുഖ്യമന്ത്രിയുടെ ഒഴിച്ചു വേണമെങ്കിൽ എല്ലാ മന്ത്രിമാരായിട്ടും, ധനകാര്യ വകുപ്പ് മന്ത്രി, അതുപോലെ പോർട്ടിന്റെ വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ, അതിനുശേഷമുള്ള നിരവധിയായിട്ടുള്ള ആളുകൾ, PWD മിനിസ്റ്റർ ആയിട്ടുള്ള ആളുകൾ, ഇങ്ങനെ എല്ലാവരെയും യോഗങ്ങൾ ചേർന്ന് ഓരോ പ്രശ്നം നമ്മൾ മാറ്റിക്കൊണ്ടുവന്നു. ഇനിയിപ്പോ നിൽക്കുന്നത് അതിന്റെ AS കിട്ടി, അതിന്റെ അനുവാദം കിട്ടി. അനുവാദം കിട്ടിയിട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ TS കിട്ടുന്നതിന് മുമ്പ് ഒരു മണ്ണ് പരിശോധനയുണ്ട്. ആ മണ്ണ് പരിശോധനയ്ക്കുള്ള ടെൻഡർ ക്ഷണിച്ചിട്ടുണ്ട്. ടെൻഡർ ക്ഷണിച്ചപ്പോൾ 3 പ്രാവശ്യം ക്ഷണിച്ചിട്ട് ആളുകൾ ഏറ്റെടുക്കാൻ തയ്യാറായില്ല, കരാറുകാരൻ വന്നപ്പോ അതിന് 50% എബവ് വെച്ച് ഒരാൾ വന്നിരിക്കുകയാണ്. അതിന് ഗവൺമെന്റ് സാങ്ഷൻ കിട്ടണം. ആ സാങ്ഷന് വേണ്ടി പോയിരിക്കുകയാണ്. ആ സാങ്ഷൻ കിട്ടിയാൽ ഉടനെ TS തരാൻ കിഫ്ബി തയ്യാറാണ്. കിഫ്ബി തയ്യാറായി TS കിട്ടിയാൽ ഉടനെ ടെൻഡർ നടപടി തുടങ്ങണം. നമ്മള് ചുണ്ടിനും കപ്പിനും ഇടയ്ക്കൽ എന്നൊക്കെ നമ്മൾ പറയൂലേ, അത്തരത്തിലുള്ള സ്ഥിതിയിലാണ് നിൽക്കുന്നത്. എനിക്ക് ഉറപ്പുണ്ട്, കൊറോണ ഇല്ലായിരുന്നെങ്കിൽ കുറച്ചുകൂടി വേഗതയിൽ മിക്കവാറും, അല്ലെങ്കിൽ പല ഓഫീസുകൾ അടയുന്നു, നമ്മുടെ പ്രവർത്തനം ഭംഗിയായി മുന്നോട്ട് പോകുന്നതിൽ തടസ്സം ഉണ്ടാവുന്നത് കൊണ്ടാണ്. എന്തായാലും നമുക്ക് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തീർച്ചയായും ഒരുപാട് കാര്യങ്ങൾ ചെയ്താണ്. അതിലെല്ലാം ഈ കഴിഞ്ഞ
ഒരു മാസത്തിന് മുമ്പ് ഡോക്ടർ തോമസ് ഐസക്കിന്റെ പോസ്റ്റിംഗ് ഉണ്ടായിരുന്നു. നമ്മുടെ അഴീക്കോട് കയർ സൊസൈറ്റി അതിന്റെ സന്ദർശിക്കാൻ അന്ന് ഓൺലൈനിൽ പറഞ്ഞപ്പോൾ വരാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ അഴീക്കോട് മുനമ്പം പാലത്തിന്റെ തറക്കല്ലിടാൻ അതിന് പ്രവൃത്തി തുടങ്ങാൻ വരേണ്ടി വരും. എവിടെ? അഴീക്കോട്. അന്ന് നമുക്ക് ഈ കയർ സൊസൈറ്റിയുടെ കാര്യങ്ങൾ കൂടി കാണാൻ വരാമെന്നാണ്. എന്ന് വെച്ചാൽ എല്ലാവരുടെയും ഈ കേരളത്തെ നയിക്കുന്ന എല്ലാ മന്ത്രിമാരും, നമ്മുടെ കൃഷി വകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാർ ഉൾപ്പെടെ എല്ലാവരും ഇതിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അവരെയൊക്കെ സഹായം ഇക്കാര്യത്തിലുണ്ട്. അവര് എല്ലാവരും നമുക്ക് പൂർത്തീകരിക്കാൻ കഴിയുന്ന നടപടിയിലേക്ക് അതിവേഗം വീണ്ടും പോകാനുള്ളത് സ്വീകരിക്കും. രണ്ടാമത് ഇതിനോട് ബന്ധപ്പെട്ട ചോദ്യം ജങ്കാർ സംബന്ധിച്ചാണ്. ജങ്കാർ ജില്ലാ പഞ്ചായത്താണ് ജങ്കാറിന്റെ കസ്റ്റോഡിയൻ. എന്നാലും അവിടുത്തെ നൌഷാദ്, അതുപോലെ തന്നെ നമ്മുടെ വൈസ് പ്രസിഡന്റ് ഉദയൻ, നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും ഒക്കെ നിരന്തരമായ ബന്ധം ഇക്കാര്യത്തിലുണ്ട്. ഇപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ചെറിയ സമയം, ഒരു 5-10 ദിവസത്തിനുള്ളിൽ ജങ്കാർ ഓടിക്കാൻ കഴിയുന്ന സ്ഥിതിയിലേക്ക് ഇത് എത്തിയിട്ടുണ്ട്. അത് ഉടനെ നമുക്ക് നടത്താൻ കഴിയും. ഒട്ടും ഭയപ്പെടാനില്ല. വളരെ ചെറിയ സമയം മാത്രമേ ഇതുള്ളൂ. തീർത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് അത് ഓടിച്ചു തുടങ്ങാൻ കഴിയുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും താങ്കളുടെ ചോദ്യത്തിനുള്ള ഉത്തരം കിട്ടി എന്ന് വിചാരിക്കുന്നു. ദാസൻ ചോദിച്ചിരിക്കുന്നു, 3 പീടിക നിന്ന് കിഴക്കോട്ടുള്ള റോഡ് വീതി കൂട്ടി ട്രാഫിക് ജാം ഒഴിവാക്കാനും ഇലക്ട്രിക് പോസ്റ്റ് മാറ്റാനുമുള്ള നടപടി വേഗം നടപ്പിലാക്കണമെന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്താണ് അതിന്റെ ഒരു ദാസൻ? അതില് നമ്മള് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെന്റിന് എനിക്ക് തോന്നുന്നു 2,80,000 രൂപയോ മറ്റോ കൊടുത്തിട്ടുണ്ട്, അനുമതി കൊടുത്തിട്ടുണ്ട്. അതിലുള്ളത് ആ ജംഗ്ഷന് തൊട്ട് ചേർന്നുള്ള ഒരു കടയുണ്ട്. ആ കടന്നിപ്പോൾ 2-3 പ്രാവശ്യം നമ്മുടെ കയ്പമംഗലം പ്രസിഡന്റും പെരിഞ്ഞനം പ്രസിഡന്റും ഞാനുമായി ബന്ധപ്പെട്ട് അതൊന്ന് വേഗത്തിൽ നീക്കാനുള്ളതൊക്കെ നോക്കിയിട്ടുണ്ട്. അത് മുഴുവനായിട്ടില്ല. അത് ഞങ്ങൾ വീണ്ടും തുടരും. അതേ സ്ഥാനത്ത് അതിന് തൊട്ടടുത്തൊരു പള്ളിയുടെ ബന്ധപ്പെട്ടുള്ള കടകളുണ്ടായിരുന്നു. അത് പൊളിച്ചു മാറ്റി അവര് പിന്നോട്ട് വെച്ചു. അവിടെ ഒരു ചെറിയ കൽവർട്ട് ഉണ്ടായിരുന്നു. കൽവർട്ടിന് വീതി കൂട്ടി. ആ വീതി കൂട്ടി ഇപ്പോ ഈ 2 കാര്യം നടന്നപ്പോ ചെറിയൊരു ശമനം കിട്ടിയിട്ടുണ്ട്. എന്നാൽ ആ കട കൂടി പറ്റുള്ളൂ. ഇതിനാവശ്യമായ സംഖ്യ നമുക്ക് KSEB അന്ന് എസ്റ്റിമേറ്റ് എടുത്ത സംഖ്യ ഡിപ്പാർട്ട്മെന്റിൽ അടച്ചിട്ടുണ്ട്. ആ കടക്കാര് നഷ്ടപരിഹാരവും ഒന്ന് മാറുന്നതിന് വേണ്ടിയുള്ള ഒരു സ്ഥലവും കൊടുക്കണമെന്ന ഒരു വാദമാണ് അവർ ഉന്നയിക്കുന്നത്. അത് പരിഹരിക്കാൻ കഴിയും. അല്പം കൂടി സമയമെടുത്താൽ എന്നാണ് വിചാരിക്കുന്നത്. വേഗം തന്നെ ഞങ്ങൾ അതിൽ ശ്രദ്ധിക്കാം. ജോഷിയുടെ ചോദ്യം, മാഷെ കഴിഞ്ഞ 4.5 വർഷത്തിനുള്ളിൽ മാഷിന് ഏറ്റവും സംതൃപ്തി നൽകിയ പ്രവർത്തനം ഏതാണെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു പ്രകൃതിയുമായി ബന്ധപ്പെട്ട ഞാൻ പറയുന്നു, നമ്മുടെ തോടുകളെല്ലാം വൃത്തിയാക്കാൻ കഴിഞ്ഞ പ്രവർത്തനം 1. 2, 1 കോടി ലിറ്റർ വെള്ളം കൊള്ളാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കുളം നമുക്ക് നന്നായി ഭംഗിയായി സൃഷ്ടിക്കപ്പെടും. ഒരു അപൂർവമായ കേരളത്തിന്റെ കുളങ്ങളൊന്നായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷേ അത്. 3, നമ്മുടെ അഴീക്കോട് മുനക്കലുള്ള മിയാവാക്കി കാടുകൾ. എന്തൊരു രസമുള്ള കാടാണെന്ന് പറഞ്ഞാൽ നൈസർഗികമായ കാടുകൾ. 3215ഓളം വൃക്ഷങ്ങൾ വളരുന്ന കാട്. നമ്മുടെ ഈ മണ്ഡലത്തിൽ ഇതിനോടൊപ്പം നടന്ന ഈ വൃക്ഷത്തൈ പണ്ട് റോഡുകളായിരുന്നു. പക്ഷെ നമ്മുടെ റോഡല്ല പെടുന്നത് തോടുകളുടെ ഇരുവശം ഫലവൃക്ഷ തൈകൾ ഉൾപ്പെടെ പേരയും അതുപോലെ ബന്ധപ്പെട്ട് പേരയ്ക്കൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ മാത്രമല്ല ഈ ഭൂമി പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൂടി ആണ് എന്ന് പ്രഖ്യാപിക്കപ്പെടുന്നത്. പക്ഷെ എനിക്ക് വികാരപരമായി ഉള്ള 2 കാര്യം, 1 നമ്മുടെ നാടുകൂടികൾക്ക് റേഷൻ കാർഡും അവരെ പുനരധിവാസം ഉൾപ്പെടെ കൊടുക്കാൻ കഴിഞ്ഞതിലുള്ള സന്തോഷം, മത്സ്യത്തൊഴിലാളികൾക്ക് വീട് നൽകാനുള്ള വലിയ ബൃഹത്തായ പദ്ധതി 468 വീടുകൾക്ക് ആശ്വാസം നൽകാനുള്ള പരിപാടി, ഇതെല്ലാം എനിക്ക് തോന്നുന്നു ഈ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളായി ഞാൻ വിലയിരുത്തുന്നു. സൽമയുടെ ഒരു കമന്റ്, അത് ഈ പറഞ്ഞതുപോലെ കുറച്ച് ടച്ചിങ് ആയിട്ടുള്ള ഒരു കമന്റാണ്. എനിക്ക് ഞങ്ങളുടെ ഈ മാഷിന്റെ സമീപനം എത്ര അഭിനന്ദനങ്ങൾ അറിയിച്ചാലും മതിയാകില്ല. നമ്മുടെ നിയോജക മണ്ഡലം മാഷിന്റെ കയ്യിൽ വന്നപ്പോൾ സൂപ്പറായി. എല്ലാ മേഖലയിലും മാഷ് തിളങ്ങി. എന്തിനും ഏത് സമയവും മാഷ് നമ്മോടൊപ്പം ഉണ്ട്. അതാണ് മാഷിന് 1000 അഭിവാദ്യങ്ങൾ. അതോടൊപ്പം സൽമ ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്, സൽമയ്ക്ക് അറിയേണ്ടത്. ഇനി നമുക്ക് അനാഥർക്കും അശരണർക്കും ആലംബഹീനർക്കും കൃത്യമായി പരിചരണം കൊടുക്കാൻ വേണ്ട ഒരു സ്ഥാപനമാണ് മാഷെ. അതിനായി സൽമ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഈ മണ്ഡലത്തിൽ നമ്മുടെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിലൂടെയോ അല്ലെങ്കിൽ സാമൂഹ്യക്ഷേമ പരിപാടികളിലൂടെയോ ഒക്കെ നമ്മുടെ സർക്കാരിന് ചെയ്യാൻ കഴിയാത്ത പ്രവർത്തനങ്ങൾ, ചിലപ്പോൾ ഇടപെടാൻ പെട്ടെന്ന് പല എന്താണ് പറയുക, അങ്ങനെ കഴിയാൻ പറ്റാത്ത പ്രവർത്തനങ്ങളിൽ ഈ മണ്ഡലത്തിലെ എല്ലാവരെയും സഹായിക്കുന്ന വളരെ മാനുഷികമായി പ്രശ്നങ്ങളെ കാണുന്ന ഒരാളാണ്.
എടവിലങ്ങ സ്വദേശി കൂടിയാണെന്നുള്ളതും എൻ്റെ സന്തോഷമാണ്. ഞാനും ആ പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന ആളാണ്. എവിടെ ഒരു പ്രശ്നം ഉണ്ടായാലും കാണിക്കുന്ന പല ആൾക്കാരും എന്നോട് പറയാറുണ്ട് എങ്ങനെയാണ് ഇത് സാധിക്കുക എന്നുള്ളത്. അപ്പോൾ അത്തരം രംഗങ്ങൾ എല്ലാ സ്ഥലത്തും ഓടി നടന്ന് പ്രവർത്തിക്കുന്ന അവർ അങ്ങനെയാണ്. ആ കുടുംബം നല്ല സപ്പോർട്ട് ചെയ്യുന്നു. അവര് ഭർത്താവ് ഉൾപ്പെടെ നല്ലവണ്ണം സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവർക്കത് സാധിക്കുന്നത്. പലപ്പോഴും എന്നോട് ആവശ്യപ്പെടാറുണ്ട് ഇതൊന്ന് ചെയ്തു തരണം, ഒന്ന് അവിടെ വിളിച്ചു പറയണം. ഞാൻ വളരെ സന്തോഷത്തോടു കൂടി ആ കാര്യം നിർവഹിക്കപ്പെടാറുണ്ട്. അത് അവർ ഉന്നയിക്കുന്ന കാര്യം വളരെ ജെന്യുവിനാണ്. നമുക്കൊന്ന് കൂട്ടായി അങ്ങനെ ഒരു രീതിയിൽ ശ്രദ്ധിച്ചാൽ നമുക്ക് നടത്താൻ കഴിയും. അനാഥരെയും അതുപോലെ പാലിയേറ്റീവായിട്ടുള്ള ഒരാളും തിരിഞ്ഞു നോക്കാൻ കഴിയാത്ത ആളുകളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ എല്ലാം ബാധ്യതയായിട്ട് തിരിച്ചറിയുന്ന ഒരാളാണ് ഞാൻ. നമുക്ക് നേരത്തെ പറഞ്ഞ കാര്യങ്ങളിൽ നമുക്കൊരു അതിനൊരു സ്റ്റെപ്പ് നമുക്ക് എടുക്കാൻ വൈകാതെ എന്നുകൂടി ഞാൻ പറയുകയാണ്. ദാനൽ പറഞ്ഞു, എന്നെ പഠിപ്പിച്ച മാഷിന് 1000 അഭിവാദ്യങ്ങൾ. കയ്പമംഗലത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വിശ്രമമില്ലാത്ത കരുതൽ മാഷോടൊപ്പമാണ്. പിന്നെ സുധീഷ് ചോദിച്ചിരിക്കുന്നത്, മാഷ് MLA ആയതിനു ശേഷം കൂടുതൽ തുക ഏത് മേഖലയിലാണ് ചെലവഴിച്ചതെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഞാൻ MLA ആയപ്പോൾ എനിക്ക് തോന്നുന്നു മണ്ഡലത്തിലെല്ലാം നമ്മുടെ MLA ഫണ്ട് അതുമായി ബന്ധപ്പെട്ടത് വേണമെന്നതിൽ കൂടുതൽ നമുക്ക് വിദ്യാഭ്യാസ രംഗത്തായിരിക്കാം. പക്ഷെ എല്ലാ രംഗത്തും നമ്മുടെ ഈ മണ്ഡലത്തിലുള്ള പ്രത്യേകത MLA ഫണ്ട് ഉപയോഗിക്കുന്നതിലുള്ള ശ്രദ്ധയല്ല ഇത്, മറ്റു ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള സംഖ്യ കൊണ്ട് വരിക എന്നുള്ളത്. ഇപ്പൊ ഒരാൾ പറയും സാംസ്കാരിക രംഗത്തെ എല്ലാ ക്ലബ്ബുകൾക്കും നമ്മൾ 20 ലക്ഷം 15 ലക്ഷം 10 പ്രസ്ഥാനങ്ങൾക്ക് അതിന്റെ കേന്ദ്രം എന്നുള്ളതിലേക്ക് നമ്മളിവിടെ സെയ്ദു സാഹിബിന്റെ നേതൃത്വത്തിലുള്ള സാംസ്കാരിക സമുച്ചയത്തിന് കൊടുത്തത് 5 കോടിയാണ് എന്ന് പറയാൻ വലിയ സംഖ്യയാണ്. കൂട്ടി നോക്കുമ്പോൾ വലിയ സംഖ്യയാണ്. PWD കൂട്ടി നോക്കുമ്പോൾ 10-35 ലക്ഷമാണ്. ഏത് കൂട്ടിയാലും ലക്ഷമല്ല കോടിയാണ്. എല്ലാം കൂട്ടിയാലും വലിയ സംഖ്യ വരുന്നുണ്ട്. പക്ഷെ നമ്മളെല്ലാ മേഖലകളിലും ഓരോ മേഖലകളിൽ ഓരോരുത്തരും ഓരോ പ്രസ്ഥാനം നമ്മുടെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലുള്ള സഹായം വാങ്ങുന്നതിലുള്ള ശ്രദ്ധ നന്നായി ഞാൻ എടുത്തിട്ടുണ്ട്. അത് നന്നായി ഫലിച്ചിട്ടുണ്ട്. എല്ലാ മന്ത്രിമാരും അതിനോട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഉയർന്ന തലത്തിലുള്ളവർ കാര്യമായി നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അവരോടുള്ള നന്ദി മണ്ഡലത്തിന് വേണ്ടി പ്രത്യേകമായിട്ട് രേഖപ്പെടുത്താൻ കൂടി ഈ അവസരം വിനിയോഗിക്കുന്നു. രണ്ടുപേര് കോമൺ ആയിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്, മാഷെ നമ്മുടെ പ്രദേശത്ത്, റഷീദാണ് ആദ്യം ചോദിച്ചിരിക്കുന്നത്, മാഷെ നമ്മുടെ പ്രദേശത്ത് ഏറ്റവും അധികം കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയാണല്ലോ ഫ്രണ്ട്സ് ഫോർ അവർ ചാരിറ്റബിൾ ട്രസ്റ്റ്. അതിന്റെ പ്രവർത്തനങ്ങളെ മാഷ് എങ്ങനെ വിലയിരുത്തുന്നു? അതോടൊപ്പം തന്നെ സിമിലർ ആയിട്ടുള്ളൊരു ചോദ്യം ചോദിച്ചിരിക്കുന്നത് മുഹമ്മദ് നയീമാണ്. മാഷെ തൃശൂർ ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഫ്രണ്ട്സ് ഫോർ അവർ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. അതിന്റെ എല്ലാ മുൻനിര പ്രവർത്തനങ്ങളിലും മാഷ് കാണാറുണ്ട്. ഇനിയും ഒരുപാട് പ്രവർത്തനങ്ങൾ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സ് ഫോർ അവറിനെ കുറിച്ച് അഭിപ്രായം എന്താണ്? ഞാൻ ഫ്രണ്ട്സ് ഫോർ അവറിനെ കുറിച്ച് അഭിപ്രായം പറയേണ്ടതില്ല എന്ന് എനിക്ക് തോന്നുന്നു. എന്താ കാര്യം എന്ന് അറിയോ? ഞാൻ അതിൻ്റെ ഒരു രക്ഷാധികാരിയാണ്, ഞാനൊരു അഡ്മിനാണ്. ഒപ്പമുള്ളൊരു പ്രസ്ഥാനത്തെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയണം? വേണ്ടതില്ല. വളരെ നല്ല രീതിയിൽ പോകുന്നൊരു പ്രസ്ഥാനം, വളരെ രീതിയിൽ ആളുകൾക്ക് സഹായം എത്തിക്കുന്ന പ്രസ്ഥാനം, ആളുകളെല്ലാം പ്രതീക്ഷയോടുകൂടി നോക്കുന്ന പ്രസ്ഥാനം, എല്ലാത്തരം ആൾക്കാർ ഉൾക്കൊള്ളുന്ന പ്രസ്ഥാനം. തീർച്ചയായും ഇനിയും ഏറെ മുന്നോട്ട് പോകാൻ കഴിയും. അതിനുള്ള സാധ്യതകളുണ്ട്. ആ പ്രസ്ഥാനത്തെക്കുറിച്ചും മറ്റൊന്നും എനിക്ക് പ്രത്യേകമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല. ഞാൻ ഈ ഒരു ചോദ്യം കൂടെ ചോദിച്ചിട്ടുണ്ട്. സുനാമി പുനരധിവാസ പദ്ധതി പ്രകാരം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ തീരദേശത്തെ സുനാമി കോളനിയിലെ 150ഓളം വീടുകളിൽ യാതൊരു ഗുണനിലവാരവും ഇല്ലാത്ത വീടുകളാണ്. താമസിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണ് അവർക്കുള്ളത്. ഒരു ആനുകൂല്യങ്ങളും അവർക്ക് ലഭിക്കുന്നില്ല. ഇതേപ്പറ്റി മാഷ്ക്ക് അറിയാമോ? ഏതെങ്കിലും രീതിയിൽ അവരെ സഹായിക്കാൻ ശ്രമിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. വാണി, അതിന്റെ കാര്യത്തിൽ കുറെ കൂടി ശ്രദ്ധ എടുക്കാൻ ഞാൻ എന്നുവെച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ 2 പ്രാവശ്യം ഞാൻ അവർ പറഞ്ഞിട്ട് യോഗത്തിന് വേണ്ടി അവിടെ പോയിരുന്നു. അന്ന് പോയപ്പോൾ അവർ പറഞ്ഞൊരു വിഷയം അവരുടെ വേസ്റ്റ് മാനേജ്മെന്റുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തു തരുന്നതാണ്. അതിന് പണം ഒക്കെ നമ്മൾ ചെയ്തെങ്കിലും അന്ന് പ്രാദേശികമായിട്ട് തന്നെ ചില എതിർപ്പുകളുണ്ടായി. നമുക്ക് വേണ്ടത്ര രീതിയിൽ ഭംഗിയാക്കാൻ കഴിഞ്ഞില്ല. എന്നാൽ പട്ടയം നൽകുന്നതുമായി ബന്ധപ്പെട്ട പ്രവർത്തനം ഇപ്പോൾ അതിന്റെ നല്ല രീതിയിൽ പുരോഗമിക്കുകയാണ്. പട്ടയം നമുക്ക് കൊടുക്കാൻ കഴിയും, അത് നമുക്ക് ചെയ്യാം. ഇപ്പോഴും അത് നമ്മുടേതാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാക്കുന്നതിൽ നമുക്കൊക്കെ പരാജയപ്പെട്ടു എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മളൊരു വീടിന്റെ ചെറിയ ചെറിയ പണികൾ ഉൾപ്പെടെ ചെയ്താൽ, അല്ലെങ്കിൽ നമ്മുടെ ഒരു വീടിന്റെ ചെറിയൊരു റിപ്പയർ ചെയ്യേണ്ടി വന്നാലും അവർ
വേണ്ടത്ര ശ്രദ്ധ ഉണ്ടോ എന്നൊക്കെ ഒരു സംശയം. അതൊക്കെ ചിലപ്പോൾ ചിലപ്പോൾ ഇപ്പോഴത്തെ ദാരിദ്ര്യാവസ്ഥയും സാമ്പത്തിക പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കാം. എന്തായാലും അതിന് പ്രത്യേകമായ ഒരു രീതിയിൽ ഇടപെട്ടുകൊണ്ട് ഒരു ചെറിയ പാക്കേജ് എന്നുള്ള രീതിയിലോ ഒക്കെ നമുക്ക് ചെയ്യാനുള്ള നല്ല ശ്രദ്ധയുണ്ടാകും. റവന്യൂ വകുപ്പിന്റെ കീഴിൽ ഇത്തരം കാര്യങ്ങളൊന്ന് കോർഡിനേറ്റ് ചെയ്യാനുള്ളൊരു ഏർപ്പാടുണ്ടാക്കാം. വൈകാതെ തന്നെ നമ്മുടെ തഹസിൽദാർ ബന്ധപ്പെട്ട ആളുകളെ കൊണ്ട് നമുക്കൊരു ഇടപെടൽ ഈ പ്രാദേശികമായി ഉണ്ടാക്കാനുള്ള നടപടിയും ഞാൻ സ്വീകരിക്കാം. ചോദ്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അവസാനിക്കാറാവുമ്പോൾ ഇങ്ങനെ ചോദ്യങ്ങൾ വരുന്നത് സ്ഥിരം സംഭവിക്കുന്ന കാര്യമാണ്. നിങ്ങളുടെ സംശയങ്ങൾ എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് ലൈവിൽ ഒരുപാട് പേര് ലൈവ് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സംശയങ്ങളും അതുപോലെ നിങ്ങൾക്ക് തരികയാണെങ്കിൽ ഇനിയുള്ള മറുപടികൾ ഒരു പക്ഷേ ഇത്രയും ദീർഘിക്കാൻ പറ്റില്ല. കാരണം കുറെ പേർക്ക് മറുപടി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഇനിയുള്ള മറുപടികൾ എത്രയും പെട്ടെന്ന് ചുരുക്കിയ വാക്കുകളിൽ പറയാൻ ശ്രമിക്കുക. ചോദ്യം വന്നിരിക്കുന്നത് മുരളീധരൻ ടി അയിരൂറാണ്. നമ്മുടെ മണ്ഡലത്തിലെ പെരിഞ്ഞനം കുറ്റിക്കടവ് ആശുപത്രിയിൽ സ്ഥിരമായി കിടത്തി ചികിത്സ നടത്താൻ എന്തെങ്കിലും ശ്രമം നടന്നിട്ടുണ്ടോ? കുറ്റിലക്കടവ് ആസ്പത്രിയിൽ സ്ഥിരമായി ചികിത്സിക്കാനുള്ള സൗകര്യം ഇപ്പോഴും ഉണ്ട്, നിലവിലുണ്ട്. അതിൽ ആദ്യം ചില പ്രയാസമൊക്കെ മാറ്റിയിട്ടുണ്ട്. അത് ഇപ്പോൾ കിടത്തി ചികിത്സയ്ക്കുള്ള നമ്മുടെ മണ്ഡലത്തിലുള്ള ഏക കേന്ദ്രം കുറ്റിലക്കടവ് ആശുപത്രിയാണ്. അതിലൊട്ടും സംശയിക്കേണ്ടതില്ല. അൻസാരി ചോദിച്ചിരിക്കുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന NH-66 ടാറിങ്ങിന്റെ അവസാനം സൈഡുകൾ എഡ്ജ് ക്ലിയർ ചെയ്യാൻ വല്ല നടപടിയും എടുക്കാൻ കഴിയുമോ എന്നാണ്. ഇപ്പോൾ നമ്മൾ അതിന്റെ ടാറിങ്ങിന്റെ പണി പൂർത്തീകരിച്ചപ്പോൾ അതിന്റെ ടാറിങ്ങിന്റെ കട്ടി അതിന്റെ ലെവലിൽ കൂടിയതുകൊണ്ടുള്ള ചെറിയ പ്രശ്നങ്ങൾ കാണുന്നുണ്ട് ചില സ്ഥലത്ത്. ഇതിപ്പോ തന്നെ NHന്റെ ശ്രദ്ധയിൽപ്പെടും. എന്താണ് ചെയ്തത്? ചിലപ്പോൾ മണ്ണോട്ട് ഉയർത്താനാണോ, അല്ലെങ്കിൽ ചെറുതായിട്ട് കോൺക്രീറ്റ് ചെയ്യാൻ പറ്റുമോ, ഇതൊക്കെ നമ്മൾ ആലോചിച്ചിട്ടുണ്ട്. അവരെ ശ്രദ്ധയിൽ അത് പെടുത്തിയിട്ടുണ്ട്. ഒരു നല്ല റോഡാക്കി മാറ്റുമ്പോൾ തന്നെ അതിന്റെ സൈഡ് കൂടി നമുക്ക് സംരക്ഷിക്കേണ്ടതുണ്ട്. അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും പറ്റിയാലോ എന്നുള്ളത് നമുക്കത് പെട്ടെന്ന് ഇടപെടാം. ഞാൻ കത്ത് നൽകിയിട്ടുണ്ട്. അത് വേണ്ട ശ്രദ്ധ ഇപ്പൊ തന്നെ ഉണ്ട്. NHന്റെ അധികാരികളോട് ഞാൻ കൃത്യമായിട്ട് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് പരിഹരിക്കാം. വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അത് വിദ്യാഭ്യാസ മേഖലയെ കുറിച്ചുള്ള വിശദീകരണമാണ്. അത് കുറച്ചുകൂടെ നമുക്ക് ഈ ലൈവിന്റെ അവസാന ഭാഗത്തേക്ക് നമുക്ക് പോകുമ്പോൾ സംസാരിക്കാം. ഞാൻ ചെറിയ ചോദ്യങ്ങൾ വന്നിരിക്കുന്ന ചെറിയ ചോദ്യങ്ങൾ ആദ്യം തന്നെ ചോദിക്കാം. സുദർശനൻ പറഞ്ഞിരിക്കുന്നത് ശ്രീനാരായണപുരം പഞ്ചായത്ത് ആലക്കല്ലുംപുറം SC കോളനിയിലേക്ക് വികസനത്തിന് 1 കോടി രൂപ അനുവദിച്ച ടൈസൺ മാസ്റ്റർ MLAക്ക് പ്രദേശത്തെ ജനങ്ങൾക്ക് വേണ്ടി അദ്ദേഹം നന്ദി പറയുന്നു എന്ന് പറയുന്നു. അതുപോലെ തന്നെ മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് സുധീഷ് ചോദിച്ചിരിക്കുന്ന വികസന പ്രവർത്തനങ്ങളിൽ മാഷുടെ ഭാവി കാഴ്ചപ്പാടുകൾ കൂടി വിശദീകരിക്കാമോ? തീർച്ചയായിട്ടും വിശദീകരിക്കും. അത് പക്ഷേ നമ്മളെ ഈ ചെറിയ ചോദ്യങ്ങൾക്ക് ശേഷം ആ കാര്യങ്ങൾ തീർച്ചയായിട്ടും പറയുന്നതാണ്. മറ്റൊരു ചോദ്യം ഷൈൻ ചോദിച്ചിരിക്കുന്ന കയ്പമംഗലം പഞ്ചായത്തിലെ വെള്ളക്കെട്ട് സംബന്ധിച്ച് ഒരു ശാശ്വത പരിഹാരം, അതായത് പെരിഞ്ഞനം വരെ എത്തി നിൽക്കുന്ന വലിയ തോട് പദ്ധതിയുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കണം. അതുപോലെ ചളിങ്ങാട്ട് റോഡിന് അടിയിൽ കൂടി പോകുന്ന വാട്ടർ അതോറിറ്റിയുടെ പഴക്കം ചെന്ന പൈപ്പ് ലൈൻ മാറ്റി പുതിയത് സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിക്കുകയാണ്. ഷൈൻ, നമ്മുടെ ചളിങ്ങാട് പ്രദേശത്ത് പണ്ടുണ്ടായിരുന്ന വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ നിൽക്കാനുള്ള ടെൻഡർ നടപടി വരുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള വിഷയം എന്ന് വെച്ചാൽ വാട്ടർ അതോറിറ്റിയും അതുപോലെ തന്നെ NHകാരും കൂടെ തമ്മിലൊരു ആലോചന ഇപ്പോൾ നടത്തുന്നുണ്ട്. നമുക്കിപ്പോൾ വന്നിട്ട് ചളിങ്ങാട് വന്ന് നിരത്ത് കയറുന്നതിന് പകരം നേരെ റോഡ് സൈഡിൽ ഇപ്പോൾ NH വീതി കൂട്ടുകൂടെ ചെയ്യുന്നുണ്ടല്ലോ, അതിന്റെ ഭാഗമായി ട്രെഡ്ജിങ് ഉണ്ടാക്കി അതിന്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരാവുന്ന രീതിയിലുള്ള ആക്കാൻ പറ്റുമെന്നാണ് അതിന്റെ അവസാന ചർച്ചയിൽ. അതിനോട് പണം അനുവദിക്കപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം, നമുക്ക് വലിയ തോട് പെരുന്തോട് ആരംഭിക്കുന്നത് തോണിക്കുളം എന്ന് പറയുന്ന പെരിഞ്ഞനം പഞ്ചായത്തിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആ സ്കീം അങ്ങനെ പോയിട്ട് പെരിഞ്ഞനം, എടവിലം, എറിയാട് എന്ന് പറഞ്ഞ 5 പഞ്ചായത്തിലൂടെ പോകുന്നത്. എന്നാൽ അറപ്പത്തോടുമായി ബന്ധപ്പെട്ടുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു 31 ലക്ഷം രൂപയുടെ തോട് വൃത്തിയാക്കലും അതിന്റെ സൈഡ് നമുക്ക് മറ്റേതെങ്കിലും രീതിയിൽ ചെയ്യാൻ കഴിയുന്ന ഒരു പ്രവൃത്തിക്ക് കഴിഞ്ഞു. അത് ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മുടെ മണ്ഡലം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നമാണെന്നറിയാം. നീർച്ചാലുകളെ നന്നായി നമുക്ക് അവിടുത്തെ വേസ്റ്റ് ഒക്കെ എടുത്തു കഴിഞ്ഞ് അതിന്റെ സൈഡൊക്കെ ഒന്ന് സംരക്ഷിച്ച് ആവശ്യം വേണ്ടുന്ന സ്ഥലത്ത് മാത്രം കൽഭിത്തികളോ അല്ലെങ്കിൽ കരിങ്കൽ ഭിത്തിയോ ഒക്കെ കെട്ടി അങ്ങനെ പോകാവുന്ന രീതിയിലുള്ള ഒരു കാര്യം അത് നമ്മൾ ഗൗരവമായിട്ട് ആലോചിക്കും. ഇതിനൊരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കും. എവിടെയാണ് തടസ്സം കൊണ്ടെന്ന് ആലോചിക്കും. ആ തടസ്സങ്ങൾ നീക്കാനുള്ളത് ചെയ്യും. വലിയ രീതിയിൽ ഇക്കൊല്ലം തുടക്കം നമുക്ക് കുടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ അത് പൂർണ്ണമല്ല. ഇവിടെ കനോലി കനാലിലാണെങ്കിൽ നമ്മൾ തീരുമാനിച്ചു ഏകദേശം 47 ലക്ഷം രൂപയുടെ വേസ്റ്റ് മാറ്റാനുള്ള പ്രവർത്തനമാണ് നടത്തിയത്. അതും ഭംഗിയായി നമ്മളിപ്പോൾ നിർവഹിച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് നല്ല ശുഭപ്രതീക്ഷയാണ്. ആളുകൾ നല്ല അർത്ഥത്തിൽ ഇടപെടുന്നുണ്ട്. നല്ല സഹായം ഇക്കാര്യത്തിൽ നൽകുന്നുണ്ട്.
മറ്റൊരു ചോദ്യം വന്നിരിക്കുന്നത് കനോലി കനാൽ ജലപാത പദ്ധതി എവിടം വരെയായി എന്നുള്ള ചോദ്യമാണ്. കനോലി കനാൽ ജലപാത തോന്നുന്നു വൈകിട്ട് ഞങ്ങൾ പോകുന്നതിലേക്ക് മുമ്പ് തന്നെ വൈകാതെ തന്നെ നമുക്കത് അതിലേക്കൂടെ ബോട്ട് സർവീസ് ആരംഭിക്കാൻ കഴിയുന്ന രീതിയിലാവുന്നതാണ്. ഇപ്പൊ നമ്മുടെ തൊട്ടാണെങ്കിൽ ഇപ്പൊ ഒരു കേന്ദ്രം ഉള്ളത് മതിലകത്തുണ്ടല്ലോ, മതിലകത്തൊരു ബോട്ട് ജെട്ടിയുടെ ഇതിന്റെ കൊടുത്തിട്ടുണ്ട്, ടെൻഡർ നടപടിയിലായിട്ടുണ്ട്. അപ്പൊ മതിലകത്തുനിന്ന് ഒരു ജെട്ടി ആരംഭിക്കും, അത് ബംഗ്ലാക്കടവിലാണ് നമ്മൾ ആലോചിക്കുന്നത്. അങ്ങനെ ആലോചിക്കുമ്പോൾ എന്റെ മനസ്സിലുള്ളത് ബംഗ്ലാക്കടവിൽ നിന്ന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കോട്ടപ്പുറം നമ്മുടെ കോട്ടയിലേക്ക് പോകാം, പറൂര് കൊട്ടാരത്തിലേക്ക് പോകാം, നമ്മുടെ മുനക്കലിലേക്ക് പോകാം. എന്ന് വെച്ചാൽ ചെറിയ സംഖ്യ കൊണ്ട് ഒരു ബോട്ടിന് നല്ല സവാരിയും ഭക്ഷണം ഉൾപ്പെടെ വേണമെങ്കിൽ ബോട്ടിൽ നമുക്ക് ലഭ്യമാക്കാൻ കഴിയും. നമ്മുടെ തന്നെ ഉള്ള ഒരു ടൂറിസം ഉൾപ്പെടെയുള്ള പരിപാടി. കനോലി കനാൽ നമ്മുടെ അതിർത്തി എന്ന് പറഞ്ഞാൽ ഇവ കോതപറമ്പ് തുടങ്ങി നമ്മുടെ എടത്തിരുത്തി വരെയുള്ള ഭാഗം വൃത്തിയാക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അതില് നേരത്തെ ഉണ്ടായിരുന്ന വേസ്റ്റ് നമ്മൾ മുഴുവൻ മാറ്റിയിട്ടുണ്ട്. അതില് ഉള്ളിലേക്ക് വന്ന മരങ്ങൾ വീണ് കിടന്നിരുന്നത് എടുത്ത് കളഞ്ഞിട്ടുണ്ട്. അങ്ങനെ അത് നന്നായി അത് മാത്രമല്ല, ഇപ്രാവശ്യം നമ്മളിത് ഈ തൊഴിലാളികളുമായി ബന്ധിപ്പിച്ച് ഒരു പ്രവർത്തനം കൂടെ നടത്തിയിട്ടുണ്ട്. അതിൽ നേരത്തെ അടിഞ്ഞ മണ്ണ് ആവശ്യമില്ലാത്ത നീക്കാൻ ചെളിയോട് കൂടിയ മണ്ണ് മാറ്റാനുള്ള തുടങ്ങി. അത് പരമ്പരാഗതമായി ഈ രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളുടെ സേവനം പ്രയോജനപ്പെടുത്തിയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ അതുകൂടി മാറുന്നതോടുകൂടി നല്ലവണ്ണം നീരൊഴുക്കുള്ള പ്രദേശവും വാഹനങ്ങൾ ബോട്ട് ഉൾപ്പെടെ നന്നായി പോകാനുള്ള രീതിയിലേക്കുള്ള സൗകര്യം അതിനായി കഴിഞ്ഞിട്ടുണ്ട്. അത് എനിക്ക് 2-3 മാസത്തിനുള്ളിൽ ഒരു ബോട്ട് സർവീസ് ആരംഭിക്കാനുള്ള പദ്ധതി നമുക്ക് തുടങ്ങാൻ കഴിയും. അത് മുസിരിസ് പൈതൃക പദ്ധതി ബോട്ടായിരിക്കും നമ്മൾ ആദ്യം ഓടിക്കുക. ബിൻഷാദിന്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ചികിത്സാ സഹായം വാങ്ങി നൽകുന്നതിൽ മാഷ് എത്രത്തോളം വിജയിച്ചിട്ടുണ്ടെന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ എന്നുള്ളതായിരിക്കും അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. ഏറെ സന്തോഷമുണ്ട്. നമ്മുടെ ഓഫീസ് MLA ഓഫീസ് അതിനുവേണ്ടി നന്നായി പണിയെടുത്തിട്ടുണ്ട്. അതിന്റെ നമ്മളോടൊപ്പമുള്ള പ്രശാന്ത് എന്ന് പറഞ്ഞ PA അതുപോലെ ബന്ധപ്പെട്ടവരെല്ലാവരും എനിക്ക് തോന്നുന്നു ഏറ്റവും പ്രിഫറൻസ് നൽകുന്നതാണ്. ദുരിതമനുഭവിക്കുന്നവർക്ക് സാമ്പത്തികം, പ്രത്യേകിച്ച് ക്യാൻസർ രോഗം, വൃക്ക അതുപോലെ ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഉണ്ടല്ലോ, അത് നൽകുന്നതിൽ വലിയ രീതിയിലുള്ള സഹായം കൊടുക്കാൻ കഴിയുന്നത് എന്നുവെച്ചാൽ അവിടെ രോഗികളുടെ എണ്ണം കൂടിയിട്ട് ഉള്ളതുകൊണ്ടുമല്ല, രോഗമുള്ളവർക്ക് കൃത്യമായി സഹായം എത്തിക്കാനുള്ള ശ്രദ്ധയാണ് ഏറ്റവും പ്രധാനം. അത് ഞങ്ങൾക്കൊരു അപേക്ഷ കിട്ടിയാൽ ഉടനെ തന്നെ അതിൽ നമുക്ക് മുഖ്യമന്ത്രിയെ ഇതിൽ ഓഫീസിൽ എത്തിക്കാൻ വേണ്ടിയുള്ള വളരെ കൃത്യമായ ഒരു സംവിധാനം ഇവിടെയുണ്ട്. മുഖ്യമന്ത്രി മാത്രമല്ല, അതുപോലെ തന്നെ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റ്, ലോട്ടറി ഡിപ്പാർട്ട്മെന്റ്, പിന്നെ അതുപോലെ മറ്റേ വി ഹെൽപ്പ് എന്ന് പറയുന്ന ഒരു പദ്ധതി പുതിയത് വന്ന് അതുൾപ്പെടെ ഏത് പരിപാടി നമുക്ക് ഈ രംഗത്ത് ആളുകൾക്ക് ചികിത്സാ രംഗത്തുണ്ടായോ ആ എല്ലാം നന്നായി ആളുകൾക്ക് ലഭ്യമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതും ഈ മണ്ഡലത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സന്തോഷം നൽകുന്ന സൂചകങ്ങളായി ഞാൻ കരുതുകയാണ്. ബിനോയുടെ ഒരു കമന്റ് ഇതിനോട് ചേർത്ത്, ഈ ബസാർ കല്ലുംപുറം പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ചികിത്സാ ധനസഹായം എത്തിച്ച മാഷിന് അദ്ദേഹം അഭിനന്ദനങ്ങൾ അറിയിച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ മറ്റൊരു അഭിനന്ദനം വന്നിരിക്കുന്നത് വികസന പ്രവർത്തനങ്ങളിൽ മാതൃകാപരമായി ഇടപെടുന്ന മാഷിന് ജീവന്റെ അഭിവാദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ അജിത്ത് പറഞ്ഞിരിക്കുന്നത് ഏറ്റവും കൂടുതൽ തീരപ്രദേശമുള്ള കയ്പമംഗലം മണ്ഡലത്തിൽ മാഷിന്റെ ഇടപെടലുകൾ ഏറെ ശ്രദ്ധ നേടിയ ഒന്നാണ്. അതിൽ അഴീക്കോട് ഭാഗത്ത് കുറെ പേർക്ക് വീട് വെച്ച് കൊടുത്തത്, ആ ഭാഗത്ത് ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രം തുടങ്ങുന്ന കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. പിന്നെ പുള്ളോട്ട് കോളേജിൽ KKTM പുള്ളോട്ട് കോളേജിൽ പുതിയ കോഴ്സുകൾ അനുവദിക്കാൻ മാഷ് കുറെ ഇടപെട്ടിട്ടുണ്ട്. ഇത് തീരദേശവാസികൾക്ക് ഉപകാരം ചെയ്യും. നന്ദി അറിയിക്കട്ടെ, അഭിവാദ്യങ്ങൾ. അജിത് പോളക്കുളത്ത്, ദുബായിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞത്. വളരെ സന്തോഷം അജിത്തിന്റെ ഫേസ്ബുക്കിൽ പലപ്പോഴും വളരെ കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സംബന്ധിച്ച്, ചെയ്ത കാര്യത്തിൽ നല്ലത് വരുമ്പോൾ അതിനെക്കുറിച്ചൊക്കെ വളരെ നന്നായി കമന്റ് ചെയ്യാറുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. നമുക്ക് അഴീക്കോട് ഇപ്പോൾ ഒരു സബ് സെന്റർ ഉണ്ട് ചെറുത്, പക്ഷെ അത് പോരാ, അത് കുറെ കൂടി വിവരപ്പെടുത്താനുള്ള കാര്യം ഗൗരവമായിട്ട് ആലോചിക്കാം. പുല്ലൂറ്റ് KKTM കോളേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ താലൂക്കിൽ മറ്റൊരു കോളേജ് വേറെയില്ല, ഗവൺമെന്റ് കോളേജ് വേറെയില്ല. അതുകൊണ്ട് നമുക്ക് അങ്ങനെ പുതിയ കോഴ്സുകൾ ആരംഭിക്കാൻ എല്ലാവരും നമ്മൾ ശ്രദ്ധയപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ കോഴ്സുകൾക്ക് അംഗീകാരം ഏകദേശമായിട്ടുണ്ട്. ഇനിയും കോഴ്സുകൾക്കൊക്കെ വേണ്ടതാൽ നമുക്ക് ഒരുമിച്ച് അക്കാര്യം നിർവഹിക്കാൻ കഴിയുന്ന എല്ലാ പരിശ്രമത്തിലും MLA എന്നുള്ളത് ഞാനും ഉണ്ടാകും. ബഷീർ പറഞ്ഞിരിക്കുന്ന ഒരു സംശയം, മതിലകം കണ്ടെയ്നർ പാർക്കിന് മുന്നിൽ കുറച്ചു ഭാഗം ടാറിംഗ് ചെയ്തിട്ടില്ല, അതിന്റെ നടപടികൾ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് വിചാരിക്കേണ്ട, ഇന്നോ നാളെയോ ആ രീതിയിൽ നമുക്ക് ചെയ്യും. അത്
ഒരു വട്ടം മാത്രമായിട്ടുള്ളൂ, BM മാത്രമേ ആയിട്ടുള്ളൂ. ഇനി അതിന്റെ BC ചെയ്യണം, ലൈൻ വഴക്കണം, ട്രാഫിക്കിന്റെ മറ്റു കാര്യങ്ങൾ ചെയ്യണം, സൈൻ ബോർഡ് ഇടണം, ഒക്കെ വേഗം പൂർത്തീകരിക്കും. ആ ചെറിയ പോർഷൻ ഉള്ളത് ചിലപ്പോൾ ഇന്ന് തന്നെ, എനിക്ക് തോന്നുന്നു മഴയിലേക്ക് ഇന്ന് തന്നെ നമുക്കത് ആ വർക്ക് നടക്കും. ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളിൽ സ്ഥിരമായി ചോദിക്കുന്ന ചില ചോദ്യങ്ങളിൽ ഒന്ന് കുടിവെള്ള പ്രശ്നമാണ്. അപ്പം അത്തരത്തിലൊരു ചോദ്യം വന്നിരിക്കുന്നത് കയ്പമംഗലം ഇന്നും നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നമാണ് കുടിവെള്ളത്തിന്റെ ലഭ്യതയുടെ കുറവ്. ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ശ്രമം നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ നടക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ വലിയ ഗൗരവമായിട്ടൊരു പ്രശ്നമുണ്ടോ എന്ന് ചോദിച്ചാൽ, അങ്ങനെ ഉണ്ടോ എന്ന് വസ്തുതാപരമായി പരിശോധിച്ചാൽ എനിക്ക് തോന്നുന്നില്ല എന്നാണ് പറയേണ്ടി വരിക. എന്നാൽ ചില പ്രദേശങ്ങളിൽ നമുക്ക് കുടിവെള്ളത്തിന്റെ പ്രശ്നം അനുഭവിക്കുന്നുണ്ട്. ആ അനുഭവിക്കുന്ന പ്രശ്നം പരിഹരിക്കാനുള്ള പദ്ധതികളായി, ആ പദ്ധതികൾക്ക് വളരെ വേഗത്തിൽ ഇനി ഇപ്പം ടെൻഡർ നടപടിയിലേക്ക് കഴിഞ്ഞു. അപ്പം അതുകൊണ്ട് വേഗത്തിൽ തന്നെ നമുക്ക് നിർവഹിക്കാൻ കഴിയും. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നാട്ടിക ഫർക്ക കുടിവെള്ള പദ്ധതിയുടെ രണ്ടാമത്തത്. എനിക്ക് തോന്നുന്നു 2 ആഴ്ചയ്ക്ക് മുമ്പാണ് അതിന്റെ ടാങ്ക്, അതിന്റെ ആരംഭത്തിലുള്ള എല്ലാ പ്രവർത്തനവും, അവിടുത്തെ ജലശുദ്ധീകരണശാല ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉള്ളത് നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു. എപ്പോഴും ഞങ്ങളൊരു കേന്ദ്രീകൃത സംവിധാനം മാത്രമല്ല ആലോചിക്കുന്നത്. അതല്ലാതെ ഇപ്പോൾ രാമംകുളം പദ്ധതി എന്ന് പറയുന്ന ഒരു കുളത്തിനെ ചുറ്റിപ്പറ്റി ആ 2-3 വാർഡുകൾക്ക് കൊടുക്കാവുന്ന പദ്ധതി ഉൾപ്പെടെയൊക്കെ ഞങ്ങൾ വേറെയും ആലോചിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ജലജീവൻ മിഷൻ വരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കണക്ഷനും വേറെ കൊടുക്കാൻ പറ്റും. പിന്നെ ചെറിയ ചെറിയ ഹോട്ട് ലൈൻ, ഒരു റൂട്ട് അങ്ങോട്ട് മാറ്റിയാൽ അങ്ങനെ കൊടുക്കാൻ കഴിയുന്നു. അതൊക്കെ വെള്ളത്തിന്റെ ഇതുമായി ബന്ധപ്പെട്ട് ലൈൻ കൊടുക്കുന്നതിലും അതിന്റെ അപേക്ഷ ഏത് വാർഡിൽ വന്നാലും അത് അപേക്ഷ വളരെ കൃത്യമായി ഏറ്റവും വേഗത്തിൽ തന്നെ നമ്മളത് നിർവഹിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലൊരു പരിഗണന മറ്റതില്ല. അത് നമ്മൾ ചെയ്യും. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടുണ്ട്. എവിടെയെങ്കിലും ചില പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരെ ശ്രദ്ധയിൽപ്പെടുത്താൻ നമുക്കത് പരിഹരിക്കാൻ വേഗത്തിൽ തന്നെ അതിന്റെ നടപടി സ്വീകരിക്കാമെന്നാണ് എനിക്കറിയിക്കാനുള്ളത്. സലീം ശരൺ, നിങ്ങൾ ചോദിച്ചിരിക്കുന്ന ചോദ്യങ്ങൾ സത്യത്തിൽ MLA ഈ ഒരു വിഷയം വളരെ ദീർഘമായി തന്നെ സംസാരിച്ചതാണ്. ഈ വിഷയം നിങ്ങൾ ഒരിക്കൽ കൂടി ഈ ലൈവ് തീർന്ന ശേഷം അത് ലൈവ് ഒന്ന് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായ ഉത്തരം കിട്ടും. അവർ ചോദിച്ചിരിക്കുന്ന ചോദ്യം അഴീക്കോട് മുനമ്പം പാലത്തിന്റെ ചർച്ചകളിൽ ഉള്ള പ്രോഗ്രസ് ഒന്ന് പറയാമോ? അതോടൊപ്പം തന്നെ സലീം ചോദിച്ചത് മാഷെ ജങ്കാറിന്റെ കാര്യം കൂടി. ഈ 2 വിഷയം നമ്മൾ ഓൾറെഡി സംസാരിച്ചതാണ്. തീർച്ചയായിട്ടും ഈ ലൈവിന് ശേഷം നിങ്ങൾക്ക് ആ വീഡിയോ ഒന്നുകൂടെ പ്ലേ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അതിന്റെ കൃത്യമായ ഉത്തരം കിട്ടും. മറ്റൊരു ചോദ്യം ഷിബു ചോദിച്ചിരിക്കുന്ന ഇടവിലങ്ങാട് പഞ്ചായത്തിൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ നടത്തുകയുണ്ടായി. 60ഓളം കുടുംബങ്ങളിൽ കോളനികളിലും കുറച്ച് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. എത്രയും വേഗം മാഷിന്റെ ഇടപെടൽ ഉണ്ടാകണം എന്നാണ് ഷിബു പറഞ്ഞിരിക്കുന്നതാണ്. ഷിബു, നമ്മുടെ 60ആം കോളനി എന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട്. അത് നമ്മൾ അതിന്റെ ആദ്യ ഭാഗമേ ആയിട്ടുള്ളൂ. നമുക്ക് വേഗത്തിൽ തന്നെ ആ പദ്ധതി പൂർത്തീകരിക്കാൻ കഴിയുന്ന രീതിയിൽ ചെയ്യാം. നമുക്ക് 60ആം കോളനി എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, നമ്മുടെ പ്രദേശത്ത് തൊട്ടടുത്ത് ഏറ്റവും അടുത്ത് നമ്മൾ നിൽക്കുന്ന അവരുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങളിൽ പോലും ഇടപെടുന്ന, ചിലപ്പോൾ ഒരു പക്ഷേ വാർഡ് മെമ്പറെ പോലെ നമ്മൾ ഒരു MLA ഇടപെടുന്ന പ്രദേശങ്ങളിലൊന്നാണ് നമ്മുടേത്. എല്ലാ ആവശ്യങ്ങളും പോകുന്നതാണ്. വളരെ സ്നേഹമുള്ള ആളുകളുള്ള പ്രദേശമാണ്. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് അവിടുത്തെ പദ്ധതികൾ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു അവിടെ ഇപ്പോൾ നിലവിലുള്ള കാനപണി അതുൾപ്പെടെയുള്ള എല്ലാ പദ്ധതികളും നോക്കിയാലും അത് നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു മറ്റു പരിഗണന ഇല്ലാതെ ഒരുമിച്ച് ചെയ്ത പ്രവർത്തനങ്ങളാണ്. നമുക്കത് തുടരാം. ഇനിയും എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ട കാര്യങ്ങൾ നമുക്ക് ഒത്തുചെയ്യാം. ശ്രീകാന്ത് സർ പരിശോധനയ്ക്ക് പോയപ്പോൾ താമസിക്കാൻ MLA ക്വാർട്ടേഴ്സ് റൂം അനുവദിച്ച് നൽകിയ മാഷിന് നന്ദി. വളരെ വലിയ സഹായമായിരുന്നു അത്. അന്ന് വൈകിട്ട് അവിടെ വെച്ച് മാഷിനെ കാണാൻ കഴിഞ്ഞു. ചികിത്സയെക്കുറിച്ച് അന്വേഷിച്ചതും ഓർക്കുന്നു. താങ്ക് യു അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ശ്രീകാന്ത്. തീർച്ചയായിട്ടും ശ്രീകാന്തിനെ പോലെ നിരവധി പേർക്ക് ഇത്തരത്തിൽ അവസരങ്ങൾ ഉണ്ടാകട്ടെ, അല്ലെങ്കിൽ ഇത്തരത്തിൽ സഹായങ്ങൾ കിട്ടട്ടെ എന്ന് ഞാൻ ഇവിടെ ജനീക ഓൺലൈന് വേണ്ടി ഞങ്ങളും ആശംസിക്കുകയാണ്. നാസർ പറഞ്ഞിരിക്കുന്നത് കയ്പമംഗലം പള്ളിത്താനം സെന്ററിൽ നിന്നും തെക്കോട്ട് പോകുന്ന റോഡിന്റെ പണി തീർത്തു തരണം പ്ലീസ് എന്നൊരു അപേക്ഷയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? യെസ്, നമ്മളത് ആ ചിലപ്പോൾ ഒരു പക്ഷേ അത് ചെയ്യേണ്ടത് ചിലപ്പോൾ ഗ്രാമപഞ്ചായത്തായിരിക്കാം, എനിക്ക് അറിഞ്ഞുകൂടാ. അത് അത്രയും മോശമായി കിടക്കുന്ന റോഡാണെങ്കിൽ ഇപ്പോൾ തന്നെ ഇതൊരു അഭ്യർത്ഥനയായി ഞാൻ പരിഗണിക്കാം. ഞാനിത് പരിശോധിക്കാം. അതിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയുന്നത് ഇപ്പോൾ ഉള്ള ചില പ്രശ്നങ്ങൾ അറിയാമല്ലോ, ഇതിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ വരുന്ന സന്ദർഭമായതുകൊണ്ട് ഉള്ള നിയമ തടസ്സമൊക്കെ ഉണ്ട്. എന്തിൽ പോലും എങ്ങനെയാണത് കൈകാര്യം ചെയ്യാം എന്നുള്ളത് ഞാൻ വളരെ ഗൗരവമായിട്ട് ആലോചിക്കും. നാസർ, തീർച്ചയായിട്ടും താങ്കളുടെ പ്ലീസ് എന്നുള്ള അഭ്യർത്ഥന MLA വളരെ ഗൗരവപൂർവ്വം തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ ബിതിൻ ചോദിച്ചിരിക്കുന്നത് പോഴങ്കാവ് താമരക്കുളം റോഡ് ടാറിങ് ഇതുവരെ ചെയ്തില്ലല്ലോ, എന്തുകൊണ്ടാണ് എന്ന് അദ്ദേഹം ചോദിച്ചിട്ടുണ്ട്. യെസ്, പോഴങ്കാവ് താമരക്കുളം റോഡ് എന്ന് പറയുന്നത്
ഏറ്റവും നന്നായി മനോഹരമായി ചെയ്യാൻ കഴിയുന്ന റോഡാക്കി അത് മാറ്റിയിട്ടുണ്ട് വിപിൻ. നമ്മളത് 1.5 കോടി രൂപയുടെ ടെൻഡറാണത് കഴിഞ്ഞത്. നമ്മുടെ തൊട്ടടുത്തുള്ള കോൺട്രാക്ടറാണ് അതെടുത്തത്. ഒരു പ്രത്യേകത കൂടി മനസ്സിലാക്കണം, കയ്പമംഗലം മണ്ഡലത്തിൽ PWD റോഡുകളല്ലാതെ ഒരെണ്ണം പോലും BMBC റോഡുകളായിട്ട് ചെയ്തിട്ടില്ല. എന്നാൽ ആദ്യമായ ഒരു റോഡ് BMBC ചെയ്യുന്നു. എപ്പോൾ വേണമെങ്കിലും പണി നമുക്ക് ആരംഭിക്കാം. അതിന്റെ എല്ലാ നടപടികളെല്ലാം അതിന്റെ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് വൈകാതെ തന്നെ ഒരു സുന്ദരമായ റോഡിലേക്കൂടെ സഞ്ചരിക്കാനുള്ള അവസരമുണ്ടാകും. അതുകൊണ്ട് ചെറിയ സമയം മാത്രം ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ. തിലകൻ കൃഷ്ണന്റെ ചോദ്യം ഇതാണ്: ദേശീയപാത കടന്നുപോകുന്ന കനോലി കനാൽ ശുദ്ധീകരിക്കുന്നതിനും ആഴം കൂട്ടി ജലഗതാഗത സൗകര്യം ഏർപ്പെടുത്തുന്നതിനും വേണ്ട നടപടികൾ ത്വരിതപ്പെടുത്തണമെന്ന അഭിപ്രായമുണ്ട് അദ്ദേഹത്തിന്. യെസ്, വളരെ ശരിയാണ്. നമ്മളിപ്പോ ചെയ്തത് ഏകദേശം ഈ കനോലി കനാലിന് 45 ലക്ഷം രൂപയാണ് അതിന്റെ പ്രവർത്തനത്തിന് വേണ്ടി ഇപ്പോൾ വിനിയോഗിച്ചിട്ടുള്ളത്. എന്നാലും ഇനിയും ചെറിയ പ്രശ്നങ്ങളൊക്കെ ചില ആളുകൾ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ചില ആളുകൾ ചില പ്രദേശങ്ങൾ ഇത്തിരി കയ്യേറിയതായിട്ട് ശ്രദ്ധപ്പെടുത്തിയിട്ടുണ്ട്. അത് നമ്മൾ അളക്കുന്നതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനത്തിൽ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഭംഗിയാക്കിയ സ്ഥലങ്ങൾ വീണ്ടും ചില ആളുകൾ കുഴപ്പത്തിലാക്കുന്നുണ്ട്. അതിന് നമുക്ക് നടപടി സ്വീകരിക്കേണ്ടി വരും. ഏതായാലും വളരെ ഗൗരവപ്പെട്ട ശ്രദ്ധ കാര്യത്തിലുണ്ട്. ഇത് എനിക്ക് മാത്രമല്ല, കളക്ടർ ഉൾപ്പെടെ ജില്ലാ ഭരണകൂടത്തിനും അത്തരം ഒരു ശ്രദ്ധയുണ്ട്. വൈകാതെ ഒരു നല്ല ജലപാത ഉൾപ്പെടെ നമ്മൾ പോകേണ്ടതാണ്. ടൂറിസം മേഖലയ്ക്കൊക്കെ അത്യാവശ്യം സംഭാവന ചെയ്യാൻ കഴിയുന്നതാണ്. അതൊക്കെ നമ്മൾ ഓർത്ത് തിലകൻ പറഞ്ഞതുപോലെ ഗൗരവപ്പെട്ടൊരു സമീപനം നമ്മൾ ഇക്കാര്യത്തിൽ എടുത്തു. ബിജു കൃഷ്ണന്റെ കമന്റ്: വഴിയമ്പലം പടിഞ്ഞാറോട്ട് അയിരൂർ അമ്പലത്തിന്റെ പടിഞ്ഞാറോട്ടുള്ള റോഡ് നന്നാക്കാൻ എന്തെങ്കിലും നടപടിയുണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. അതിൽ 2 പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, 2 പേര് ലൈക്ക് ചെയ്തിട്ടുണ്ട് ആ കമന്റിൽ. അപ്പൊ തീർച്ചയായിട്ടും അതൊരു ഒരുപാട് പേര് ആഗ്രഹിക്കുന്ന ഒരു മറുപടി ആയിരിക്കും അത്. യെസ്, വഴിയമ്പലം റോഡ് സംബന്ധിച്ച് ഇനി വേറെ ഒന്നും MLA എന്നുള്ളത് പ്രത്യേകിച്ച് ചെയ്യേണ്ടതില്ല. ടെൻഡർ നടപടി കഴിഞ്ഞു, അതിന്റെ കാര്യങ്ങൾ കഴിഞ്ഞു. നിർമ്മാണോദ്ഘാടനം വേണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നുണ്ട്. നമ്മുടെ ആ സൈഡിലുള്ള ഓട്ടോറിക്ഷക്കാരുണ്ട്, അവരെല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളാണ്. അവരെപ്പോഴും പറയാറുണ്ട്. ആ അത് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ BMBC റോഡിന് വേണ്ടി നമ്മൾ ശുപാർശ ചെയ്തത്. അത് കഴിഞ്ഞു. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ ഏത് സമയത്ത് വേണമെങ്കിലും കഴിയാം, ഒരു പ്രശ്നമില്ല. അതാണ് ഞാൻ പറഞ്ഞത്, പല വർക്കുകളും ഇങ്ങനെ അവസാന ഇതിലേക്ക് വരികയാണ്, ലാപ്പിലേക്ക് വരികയാണ്. ഇതൊക്കെയാണ് നമ്മുടെ ഇനി PWD റോഡുകളിൽ പൂർത്തീകരിക്കാൻ ഉള്ള 1-2 വർക്കുകളിൽ ഒന്ന്. അത് വളരെ വേഗത്തിൽ നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളാകും. 1-2 കമന്റുകൾ MLA അഭിനന്ദിച്ചുകൊണ്ടുള്ള 1-2 കമന്റുകൾ, അത് വായിക്കാതിരിക്കാൻ സാധിക്കുന്നില്ല. എങ്കിലും സമയപരിമിതി ഉണ്ടെങ്കിലും ഞാൻ വായിക്കാണ്. ഒരു ശരി തമ്പി പറഞ്ഞിരിക്കുന്നത്: ഒരു വിശ്വാസമുണ്ട്, 5 വർഷം കൂടി MLA ആയി മാഷെ കിട്ടുകയാണെങ്കിൽ കയ്പമംഗലം മണ്ഡലത്തിലെ എല്ലാ പഞ്ചായത്തും സമ്പൂർണ്ണ വികസന പഞ്ചായത്തുകളായി മാറും. ചങ്കല്ല ചങ്കെടുപ്പാണ് മാഷ്. ജനസേവനത്തിൽ 1% പോലും രാഷ്ട്രീയം കലർത്താത്ത ജനപ്രതിനിധി എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഷഫീഖ് പറഞ്ഞിരിക്കുന്നു: എരിയാദ് 23-ാം വാർഡിൽ MLA ഫണ്ട് 47 ലക്ഷം ഉപയോഗിച്ച് നിർമ്മിച്ച കൊച്ചു വേളയിൽ, അതുപോലെ ചില അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനെല്ലാം അഭിവാദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം നിറയെ കാര്യങ്ങൾ വരുന്നതിനിടയ്ക്ക് ചില 1-2 കാര്യങ്ങൾ ഗോപിക ചോദിച്ചിരിക്കുന്നു. ആശാ വർക്കർമാർക്കുള്ള തുച്ഛമായ ഓണറേറിയം വർദ്ധിപ്പിക്കാനുള്ള നടപടി സ്വീകരിക്കാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഈ അഭിനന്ദനങ്ങൾക്കെല്ലാം നന്ദി. ഞാൻ നേരത്തെ ഇവിടെ ആരംഭിച്ചപ്പോൾ പറഞ്ഞു, ആളുകൾ ആവശ്യപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുക എന്നുള്ളതാണ് പൊതുവെ എടുക്കുന്ന ശൈലി. കൊച്ചുവേലായി റോഡ് എറിയാടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഒരു മുട്ടിന് മുകളിൽ വെള്ളമില്ലാതെ നടക്കാൻ പറ്റാത്തൊരു പ്രദേശമായിരുന്നു. അവിടെ ആ റോഡിന്റെ പൂർത്തീകരണത്തിന് ഉദ്ഘാടനത്തിന് പോയ പൂക്കളും മിഠായിയും ലഡുവും ഒക്കെ തന്ന് ഒരു ഉത്സവത്തിന് പോകുന്ന പ്രതീതിയിലാണ് ഞങ്ങളെ സ്വീകരിച്ചത്. ഒരു തോടിന്റെ സൈഡിൽ മുഴുവൻ ഇങ്ങനെ ഉണ്ടാക്കി, ഒട്ടും നടപടിയില്ലാത്ത സ്ഥലത്ത് ഒരു വലിയ പുതിയ റോഡ് വരികയാണ് ഉണ്ടായത്. വളരെ സന്തോഷം. എനിക്കറിയാം, ഏറ്റവും നന്നായി തലാശ്ശേരി നമ്മുടെ കക്ഷി ഏറ്റവും നന്നായി നമ്മളോട് പ്രണവ് എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്യുന്ന ആളാണ്. നമ്മുടെ സഹായം ആവശ്യപ്പെടാറുള്ള അതാണ്. പോകാൻ ചിലപ്പോൾ ഉദ്ഘാടനത്തിനായിരിക്കും, അല്ലെങ്കിൽ സമാപനത്തിനായിരിക്കും, അഭിനന്ദനത്തിനായിരിക്കും, എന്തെങ്കിലും ആളോട് പറയാനായിരിക്കും ഒക്കെ. ഇത് നമ്മുടെ ഈ സാമൂഹ്യ പ്രവർത്തനം ഗൗരവമായി ഏറ്റെടുക്കുന്ന ആളുകളാണ്. അവര് ആ പ്രവർത്തനങ്ങളിൽ പോകുമ്പോൾ ഞങ്ങൾ അതിനോടൊപ്പം കൂടിച്ചേരുകയോ സഹായിക്കുകയോ ചെയ്യുന്ന പണിയാണ്. അത് നന്നായി ചെയ്യാനൊരു അവസരം കിട്ടുന്നത് നല്ലതാണ്. അങ്ങനെ അവസരം കിട്ടിയിട്ടുണ്ട്. അത് മറ്റൊരു കാര്യം, നമുക്ക് ആശാ വർക്കർമാർക്കാണ് അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഉറപ്പായ പോരാതെന്നും അവർ റിസ്ക് എടുക്കുന്നതിലുള്ള ഇതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പല സ്ഥലത്തും ഞാൻ നിർബന്ധമായി പറയാറുണ്ട്, ആശാ വർക്കർമാർക്ക് പ്രാദേശികമായിട്ടുള്ള അവർക്ക് മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമോ അതൊക്കെ നമ്മൾ പ്രത്യേകമായി ആളുകളോടും പഞ്ചായത്ത് പ്രസിഡന്റുമാരോടും ബന്ധപ്പെട്ടവരോടും പറയാറുണ്ട്. നമുക്ക് ശമ്പളം കൂട്ടുക എന്നുള്ളത്
ഗവൺമെന്റ് എടുക്കുന്ന പൊതുവായ നിലപാടാണ്. ഉറപ്പായും അത്തരം കാര്യങ്ങൾ എടുക്കാം. ഈ കഴിഞ്ഞ ബജറ്റിലും കുറച്ച് സംഖ്യ അവർക്ക് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ അത് പോരാ. വീണ്ടും നമുക്കത് കൂട്ടാനുള്ള എവിടെയാണ് പറയേണ്ടത് വരുന്ന സന്ദർഭങ്ങളെല്ലാം നിങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്താൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഞാനും കൂടെ ഉണ്ടാകും. നമ്മുടെ സമയം ഏതാണ്ട് 10 മിനിറ്റുകളിൽ അവസാനിക്കും. നിരവധി ചോദ്യങ്ങൾ വരുന്നുണ്ട്. എല്ലാ ചോദ്യത്തിനുള്ള ഉത്തരം ചിലപ്പോൾ ലൈവിൽ നമുക്ക് തരാൻ സാധിക്കില്ല. എങ്കിൽ പോലും ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കൃത്യമായി MLA ഈ ചോദ്യങ്ങൾ നിരീക്ഷിച്ച ശേഷം ഇതിനുള്ള മറുപടി ജനീകം ഓൺലൈൻ ഈ ഫേസ്ബുക്ക് പേജിൽ ഇടുന്നതായിരിക്കും എന്ന് ഒരു ഉറപ്പ് ഞാൻ നൽകുകയാണ്. ഒപ്പം ജൻദാസ് ചോദിച്ചിരിക്കുന്നത് ഏകദേശം 15 വർഷമായുള്ള ആവശ്യമാണ് 3 പീടിക ബീച്ച് റോഡ് വികസനം. ജില്ലാ പഞ്ചായത്ത് അത് കാര്യമായ ഒന്നും വികസനവുമായി ബന്ധപ്പെട്ട് നടക്കുന്നില്ല. കഴിഞ്ഞ തവണ പറഞ്ഞത് റോഡ് നന്നാക്കുന്നു എന്നാണ്, പിന്നീട് ഒന്നും കേട്ടില്ല. നമ്മുടെ 3 പീടിക ബീച്ച് റോഡ് വലിയ രീതിയിൽ ഇടപെടലിന് പാത്രമാകേണ്ടതല്ലേ മാഷെ എന്നാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ആ 3 പീടിക ബീച്ച് സംബന്ധിച്ച് വേണ്ടത്ര ഇടപെടലില്ലാതെന്നൊന്നും ആദ്യം ഒന്ന് മനസ്സിലാക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കുകയാണത്. അത് 2 പ്രാവശ്യവും നമ്മൾ സംഖ്യ വെച്ചതാണ് ജില്ലാ പഞ്ചായത്തിന്റെ റോഡാണ്. ഇപ്പോഴാണെങ്കിൽ ഞാൻ ഈ അടുത്ത അവസരത്തിൽ ഞാൻ അതിനൊരു ശ്രമം നടത്തി. അപ്പോഴും ജില്ലാ പഞ്ചായത്തിന്റെ ബാക്കിയുള്ള പ്രദേശങ്ങൾ ഉൾപ്പെടെ ഉള്ള സംഖ്യ ജില്ലാ പഞ്ചായത്ത് മാറ്റി വെച്ചിട്ടുണ്ടെന്നുള്ള ഉത്തരം തന്നെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് വേറെ സംഖ്യ തന്നെ ഒരേ സ്ഥലത്ത് തന്നെ 2 രീതിയിൽ നമുക്ക് സംഖ്യ വെക്കാൻ പ്രയാസമുണ്ട്. വൈകാതെ ഞാൻ മനസ്സിലാക്കുന്നത് വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമുക്ക് ആ വർക്ക് ജില്ലാ പഞ്ചായത്ത് പൂർത്തീകരിക്കും. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റോടും ഡിവിഷൻ മെമ്പറോടും ഞാൻ ഇക്കാര്യം വളരെ കൃത്യമായി പറഞ്ഞിട്ട് സമയപരിമിതി പോലെ ഞാൻ വന്നിരിക്കുന്ന ചോദ്യങ്ങളിൽ നിന്ന് ചില ചോദ്യങ്ങൾ നമ്മൾ വിട്ടുപോയ ചില വികസന പ്രവർത്തനങ്ങൾ, വിദ്യാഭ്യാസ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ചില ചോദ്യങ്ങൾ, ചില കാര്യങ്ങൾ നമ്മൾ ഈ ലൈവിൽ സൂചിപ്പിച്ചിട്ടില്ല. അപ്പം വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് കയ്പമംഗലത്ത് നേടിയ വികസന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നു? എനിക്ക് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ സമയം വേണ്ട ഒരു മേഖലയാണ് നമ്മുടെ ഈ വിദ്യാഭ്യാസ രംഗത്തുള്ള പ്രവർത്തനം സംബന്ധിച്ച്. സംസ്ഥാനത്ത് തന്നെ മാതൃകയാകാൻ കഴിയുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ച ഒരു പ്രദേശമാണ് നമ്മുടെ ഈ കയ്പമംഗലം മണ്ഡലം. കയ്പമംഗലം മണ്ഡലത്തിൽ വിദ്യാഭ്യാസ രംഗത്തുണ്ടായ ഈ ഉണർവിന് അല്ലെങ്കിൽ ഈ യോജിപ്പിന് പ്രവർത്തനങ്ങൾക്ക് കാരണം എല്ലാവരുടെയും നല്ല രീതിയിൽ ഒന്ന് പറയാൻ കഴിയുന്ന അധ്യാപകർ വലിയ സപ്പോർട്ടാണ്. ഒരു യൂണിയന്റെ മറ്റൊന്നും ഒന്നുമില്ലാതെ സപ്പോർട്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ആളുകൾ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ എല്ലാവരും ഇവിടെയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 12 സെക്ഷനായിട്ട് തിരിച്ചിട്ടാണ് നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം നടക്കുന്നത്. നമുക്ക് ഓരോന്നിനും പേരുണ്ട്, സമയക്കുറവുകളിലും ഞാൻ വിശദീകരിക്കുന്നില്ല. ഒന്ന് അക്കാദമിക് രംഗം മാത്രം നോക്കാനുള്ളൊരു സെഷൻ, അത് ഒരു യൂണിറ്റായി അതിന് 10-12 ആളുകൾ ഒരുമിച്ച് നിന്നിട്ട് അത് എന്തൊക്കെയാണ് വേണ്ടത് സ്കൂളിന് അത് മുഴുവൻ അവർ നിൽക്കുന്നു. രണ്ടാമത്തത് നമുക്ക് സുമേധ എന്ന് പറഞ്ഞ നമ്മുടെ മണ്ഡലത്തിലെ കുട്ടികൾ ഉയർന്ന രീതിയിൽ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് ഉൾപ്പെടെ ഏറ്റവും ഉയർന്ന സ്ഥാനങ്ങളിലേക്ക് പോകാനുള്ള ഒരു വഴിയൊരുക്കുക എന്നാണ് ആ പദ്ധതിയുടെ പേര്. നമ്മൾ IAS, IPS, IRS തുടങ്ങിയ ഏറ്റവും ഗംഭീരമായ ക്ലാസ് നൽകുന്ന ആളുകളാണ്. നമുക്ക് ഹൈദരാബാദിൽ നിന്ന് തിരുവനന്തപുരത്ത് ഡൽഹിയിലുള്ള ഫാക്കൽറ്റീസ് ആണ് ഇവിടെ വന്നിട്ട് ക്ലാസ് എടുത്ത് നമ്മൾ പോകുന്നത്. അത് നമ്മുടെ 4 കൊല്ലമായി ഉയര മണ്ഡലങ്ങളിൽ നിന്നും ആളുകൾ നമ്മളോട് ചോദിക്കുന്നത് ഞങ്ങളൊന്നും അതിന് ക്ലാസ്സിലിരുത്താനോ ആ ക്ലാസ്സിൽ കാണിക്കാൻ പറ്റുന്നു. അതിന് ബിൽഡിംഗ് എന്ന് പറയുന്നത് 3 കോടിയുടെ ബിൽഡിംഗ് അതിന്റെ പണി പൂർത്തീകരിച്ച് അതിന് നല്ല ഒരു വായനശാല അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ നമ്മൾ നൽകി. അപ്പോൾ ഒരു ഗ്രൂപ്പാണ്. അതുപോലെ സയൻഷ്യ എന്ന് പറയുന്ന മറ്റൊരു ഗ്രൂപ്പ്, ലിറ്റിൽ സയന്റിസ്റ്റ് അവാർഡ് ഉൾപ്പെടെ അവിടെ പരീക്ഷണങ്ങൾ നടത്തുന്നില്ല. ശാസ്ത്രം പ്രവർത്തനമാണെന്ന് മാത്രം കടലാസിൽ ചെയ്തുകൊണ്ട് പറ്റില്ലല്ലോ. ശാസ്ത്ര ഗവേഷണ രംഗത്തിൽ കുട്ടികളെ സൃഷ്ടിക്കാനുള്ള വലിയ പരിപാടി. എത്ര കുട്ടികളാണെന്ന് പറയുന്നത് മിടുക്കന്മാരായിട്ടുള്ള കുട്ടികൾ ഒരുപാട് പരീക്ഷണങ്ങൾ. ആ പരീക്ഷണങ്ങളെല്ലാം വാട്സപ്പിൽ പോസ്റ്റ് ചെയ്യുന്നു. അതുകൊണ്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ അത് നടക്കുന്നു. അതിന്റെ ഒരു പ്രവർത്തനം കുട്ടികളുടെ സർഗശേഷി വികസിപ്പിക്കാനുള്ള കലാമുറ്റം എന്ന പരിപാടി ഇവിടെയുള്ള എല്ലാ പ്രതിഭകളായിട്ടുള്ള ആളുകൾക്ക് ഒരുമിച്ച് നിന്നിട്ട് അതിൽ ചേർന്ന് അതിൽ ഓരോ സ്കൂളിനും വേണ്ട സഹായം ചെയ്യാനുള്ള പരിപാടി. കുട്ടികൾക്ക് കൃഷി രംഗത്ത് താല്പര്യമുണ്ടാക്കാൻ തളിർന്ന് പറയുന്ന ഗ്രൂപ്പ്, ഭിന്നശേഷിക്കാര് അവരെ അതോട് ബന്ധപ്പെട്ടത് കുട്ടികൾക്ക് അതിനോട് ബന്ധപ്പെട്ടത് അതിന്റെ പേര് ചാരുത എന്ന ഗ്രൂപ്പ്. എനിക്ക് അങ്ങനെ എല്ലാ ഗ്രൂപ്പും സമയപരിധിയോടെയാണ് കുറയ്ക്കുന്നത്. അത്തരം മുഴുവൻ ഗ്രൂപ്പിന് എല്ലാ ആളുകളിലും കാര്യം എത്തിക്കുക. ഒരു കാര്യം എനിക്കുണ്ട്, ലൈബ്രറി എന്ന് പറയുന്ന ഗ്രൂപ്പ് കേരള സംസ്ഥാനത്തിൽ തന്നെ ഒരുപക്ഷെ ആദ്യമായി എല്ലാ ക്ലാസ് മുറികളിലും ലൈബ്രറി ഉണ്ട്
സ്ഥലം കൈപ്പമ ക്ലാസ് മുറികളിൽ ലൈബ്രറി, സ്കൂളിലല്ല ക്ലാസ് മുറികളിൽ ഫലപ്രദമായ എഫക്റ്റീവായ ലൈബ്രറി. ഞങ്ങൾ നോക്കി LCD പ്രൊജക്ട് മറ്റു ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊടുത്തത് സ്കൂളിൽ കൂടെ 3 കോടി രൂപയോളം വരും. MLA ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രൊജക്ടറും ലാപ്ടോപ്പും മറ്റ് സൗകര്യങ്ങൾ കൊടുത്തത്. അതുപോലെ എല്ലാ സ്കൂളുകൾക്കും നല്ല ശുചിത്വമുള്ള അടുക്കള ഉണ്ടാക്കണം. നമ്മുടെ അമ്മ കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ കുട്ടികളെ സംരക്ഷിക്കുന്ന സാധാരണ മക്കൾക്ക് നല്ല ഭക്ഷണം ലഭിക്കുന്നു പറയുന്ന അടുക്കള ഏറ്റവും ശോചനീയമായിരുന്നു. എല്ലാ സ്കൂളുകൾക്കും അടുക്കളയായി. ഇപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ ഹൈസ്കൂൾ വിഭാഗത്തിന് 10 ലക്ഷം രൂപ അടുക്കള ഉൾപ്പെടെ നമ്മൾ കൊടുത്തു. കോടിക്കണക്കിന് രൂപ അതുമായി സംബന്ധിച്ച് നമ്മൾ കൊടുത്തു. അപ്പോൾ പുസ്തകങ്ങൾ, മറ്റ് ഇടപെടൽ, അക്കാദമിക് സൗകര്യം വർദ്ധിപ്പിക്കാനുള്ള സൗകര്യങ്ങൾ എല്ലാം IT എന്ന് പറയുന്ന പ്രത്യേക ഗ്രൂപ്പുണ്ട്. സ്കൂളിൽ എന്തെങ്കിലും തരത്തിലുള്ള കംപ്ലൈന്റ് വന്നാൽ ലാപ്ടോപ്പിനോ കമ്പ്യൂട്ടറോ ഇവർ പോയി നന്നാക്കുന്ന ഇവിടെ തന്നെ അധ്യാപകർ ഒരു ഗ്രൂപ്പ്, അത് പ്രവർത്തനങ്ങൾ, അങ്ങനെ നിരവധിയായിട്ട്. എനിക്ക് തോന്നുന്നു പ്രളയകാലത്ത് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിലേക്ക് കുട്ടികൾ ഒരു ദിവസം ഒരു കാര്യം തീരുമാനിച്ചുള്ളൂ. അവരെ അടുത്ത് കിടക്കുന്ന കുപ്പികൾ മാത്രം കളക്ട് ചെയ്യാൻ തീരുമാനിച്ചു. ആ കളക്ട് ചെയ്ത് തീരുമാനിച്ച 55,000 രൂപയാണ്. 1.5 ലക്ഷം കുപ്പികളാണ് ഈ കുട്ടികൾ മാത്രം കൊണ്ടത്. എനിക്കൊരു അത്ഭുതം തോന്നി. ഒരു പ്രദേശം മുഴുവൻ കുപ്പികളുടേതായിട്ടുള്ള സ്ഥലം, ആ കാശ് മുഴുവൻ അങ്ങോട്ട് വന്ന് ഈ വേസ്റ്റ് ആയിട്ടുള്ള ഈ സാധനം എടുത്തിട്ട് നമ്മൾ തിരിച്ചു കൊടുക്കാൻ കഴിയും. അങ്ങനെ ഏറ്റവും ആദ്യം അതുപോലെ നമ്മൾ ഒരു മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയ സ്ഥലം, നമ്മുടെ എല്ലാ സ്കൂളുകളും മാസ്റ്റർ പ്ലാൻ മാത്രമല്ല, അത് ജനങ്ങളുമായിട്ട് അവിടുത്തെ PT, അവിടുത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ പ്രതിനിധി, സ്കൂളിനെ സ്നേഹിക്കുന്ന ആളുകൾ എല്ലാവരും മീറ്റിംഗ് വിളിച്ചിട്ട് എന്ത് ചെയ്തു, ഇതാണ് നമ്മുടെ സ്കൂളിലെ മാസ്റ്റർ പ്ലാൻ, നിങ്ങൾക്ക് സഹായിക്കേണ്ട സ്ഥലം, സഹകരണ മേഖല സഹായിക്കേണ്ട സ്ഥലം, തദ്ദേശ സ്വയംഭരണ സ്ഥാപനം സഹായിക്കേണ്ട സ്ഥലം, MLA ഇടപെടേണ്ട സ്ഥലം, അങ്ങനെ ഉള്ളൊരു വിവിധങ്ങളായിട്ടുള്ള കാര്യങ്ങളൊക്കെ എനിക്ക് തോന്നുന്നു വളരെ ആവേശപൂർവ്വം പറയാൻ കഴിയുന്ന ഒരുപാട് പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും, ഞാൻ വീണ്ടും ആവർത്തിച്ചു വരുന്ന എല്ലാവരുടെയും സഹായങ്ങൾ കൊണ്ട് നടന്നൊരു പ്രദേശം. പാർവതി പറഞ്ഞിരിക്കുന്നത്, മാഷെ പുതിയകാവ് മുതൽ പോഴങ്കാവ് വരെയുള്ള റോഡ് റബ്ബറൈസ്ഡ് ടാറിംഗ് ചെയ്യുന്നു എന്നറിഞ്ഞു. ഇത് ശരിയാണോ? തികച്ചും പഞ്ചായത്ത് റോഡാണിത്. ഇത് ടാറിംഗ് ചെയ്യുന്നത് ഇലക്ഷൻ തന്ത്രമാണോ? ടാറിംഗ് ചെയ്യാൻ എന്തായാലും തീരുമാനിച്ചാൽ അഭിവാദ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് എന്താണ് എന്നുള്ളത് ഒരുപക്ഷെ നിങ്ങൾ തന്നെ സ്വയം തീരുമാനിക്കേണ്ടതാണ്. വികസന പ്രവർത്തനങ്ങളെ ആ രീതിയിലല്ല ഒരിക്കലും കാണേണ്ടത്. ജനപ്രതിനിധികൾ അവർക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായി ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. സമയപരിമിതി മൂലം ഞാൻ ഇടപെടുന്നു. 1 മണിക്കൂർ സമയം നമ്മൾ ഇതിനോടകം പിന്നിട്ട് കഴിഞ്ഞു. ഇതിൽ വന്നൊരു പ്രവർത്തനം, ഈ MLA മായിട്ടുള്ള ലൈവ് ഇവിടെ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇത്രയും നേരത്തെ ഈ ലൈവ് പരിപാടിയിൽ ഒരാൾ പോലും മാഷിനെ കുറ്റപ്പെടുത്താൻ തുനിഞ്ഞില്ല എന്നുള്ളത് മാഷിന്റെ പ്രവർത്തനത്തിനുള്ള അംഗീകാരമായി കാണുന്നു. സ്തുതി പറഞ്ഞിരിക്കുന്നു. ഒറ്റ ചോദ്യം കൂടി അവസാനമായി, എന്താണ് മുന്നോട്ടുള്ള ആ ഒരു ലക്ഷ്യം? ഒരു 3-4 പേരെങ്കിലും ചോദിച്ച ചോദ്യമാണ്. വികസന പ്രവർത്തനങ്ങളിൽ മുന്നോട്ടുള്ള ലക്ഷ്യം എന്തൊക്കെയാണ്? നമ്മുടെ ഒറ്റ കാര്യം ഞാൻ ഉറപ്പുണ്ട്. ഒന്ന്, പ്രകൃതി സൗഹൃദമായിട്ടുള്ള വികസനം നടപ്പാക്കാൻ ഇനിയും ശക്തിയായിട്ടുള്ള ശ്രമം നടത്തും. 2, നമ്മുടെ പ്രദേശങ്ങളിലുള്ള എല്ലാത്തരം ശക്തികളും, അതിനൊരു തരത്തിലുള്ള രാഷ്ട്രീയമോ മറ്റുള്ള പരിഗണന ഒന്നുമില്ലാതെ സന്നദ്ധതയുള്ള സമൂഹത്തിന്റെ മുന്നോട്ട് പോകുന്ന താല്പര്യമുള്ള മുഴുവൻ ആളുകളെയും കൂട്ടി ചേർത്തിട്ടുള്ള ഒരു വികസന പ്രക്രിയയാണ് താല്പര്യം. അത് മുമ്പോട്ട് പോകും. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഈ മണ്ഡലം നേരിടുന്ന പ്രശ്നം അല്ലെങ്കിൽ വികസന പ്രവർത്തനത്തിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കാതെ ഉള്ള ചെറിയതിൽ ഒന്നും കൂടെ പൂർത്തീകരിക്കേണ്ടത്. ഉദാഹരണത്തിന് എപ്പോഴും എല്ലാവരും പറയുന്ന അഴീക്കോട് മുനമ്പാലം, ഞാൻ പറയുന്നു വീണ്ടും, 70% പ്രവർത്തനം കഴിഞ്ഞിട്ടുള്ളത് പൂർത്തീകരിക്കണം, തുടങ്ങണം രമ്യമായ നമ്മുടെ ആഗ്രഹമാണ്. കൈപ്പമംഗലത്തിന്റെ തീരപ്രദേശം സംരക്ഷിക്കുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടുത്തെ വിദ്യാഭ്യാസ രംഗം സംരക്ഷിക്കുക, അതിനെ എങ്ങനെ ഡെവലപ്പ് ചെയ്യാൻ കഴിയും കൂടുതൽ, അതെല്ലാം നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങൾ ഊന്നിയുള്ള ഒരു വികസനവും ആളുകളെല്ലാം കൂട്ടിച്ചേർത്തുള്ള ഒരു വികസനമാണ് സാധ്യം. പലപ്പോഴും ചെറിയ വിമർശനങ്ങൾ പക്ഷേ ഉണ്ടായേക്കാം. ആ വിമർശനങ്ങളെല്ലാം MLA എന്ന നിലയിൽ പോസിറ്റീവായി കാണുന്നു. ആ വിമർശനങ്ങളെ ഞാൻ സ്വീകരിക്കുന്നു. ഏതൊക്കെയാണ് തിരുത്തേണ്ടത് അതെല്ലാം തിരുത്തി മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്നാണ് എനിക്ക് എല്ലാവരോടും കൂടി പറയാനുള്ളത്. വളരെയധികം നന്ദി. തീർച്ചയായിട്ടും ജനകം ഓൺലൈൻ പ്രേക്ഷകരുമായി ഇത്രയും സമയം, 1 മണിക്കൂർ സമയം നിരവധി കാര്യങ്ങൾ ചർച്ച ചെയ്യും. നിരവധി കാര്യങ്ങൾ നമുക്കിനി ചർച്ച ചെയ്യാൻ സാധിച്ചില്ല, കാരണം നിശ്ചയിച്ചിരുന്ന 1 മണിക്കൂർ സമയപരിമിതിയിൽ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു. വികസന പ്രവർത്തനങ്ങളുമായി തീർച്ചയായിട്ടും മുന്നോട്ട് പോകാൻ ഒരു മികച്ച ജനപ്രതിനിധി എന്ന നിലയിൽ തന്നെ ഈ മണ്ഡലത്തിന്റെ എല്ലാവർക്കും എല്ലാ മേഖലയിലും കടന്നു ചെന്ന് പ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കട്ടെ എന്ന് ജനകം ഓൺലൈനിന്റെ വേണ്ടിയിട്ട് ഞാൻ ആശംസിക്കുകയാണ്. തീർച്ചയായിട്ടും എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു. നിങ്ങളുടെ നിരവധി കമന്റുകൾ ഇതിൽ ചിലപ്പോൾ ഞാൻ വായിക്കാൻ മിസ്സായിട്ടുണ്ടാവാം. അതിന്റെ പ്രധാന കാരണം നമ്മുടെ മറുപടികൾ തീർച്ചയായിട്ടും MLA ഈ പേജിലൂടെ തന്നെ, അല്ലെങ്കിൽ MLA യുടെ ആയി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആരെങ്കിലും ഈ പേജിലൂടെ നിങ്ങൾക്ക് മറുപടി നൽകുന്നതാണ്.
മറ്റൊരു ജനപ്രതിനിധിയുമായി നാളെ വീണ്ടും കാണുന്നവരെ, തൃശ്ശൂർ ജില്ലയിലെ തന്നെ മറ്റൊരു ജനപ്രതിനിധിയുമായി നാളെ വീണ്ടും കാണുന്നവരെ എല്ലാ പ്രേക്ഷകർക്കും നന്ദി, നമസ്കാരം.